ഞാൻ ഈ 2 ആഴ്ചയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു 4 ഇനിയും 3 കൊടുക്കും. പക്ഷെ ആ 3 ഇന്ന് ഞാൻ പറയുന്നില്ല. സ്വതന്ത്രം പറയാത്തതിന്റെ കാര്യം, എനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ ഞാൻ അല്പം ശാരീരിക അസ്വസ്ഥതയിലായിരുന്നു. ഇപ്പോഴും ശാരീരിക അസ്വസ്ഥത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭാഗങ്ങളൊന്നും ഇരുന്ന് പഠിക്കാനോ ധ്യാനിക്കാനോ സ്തോത്രം സമയം ചെലവിട്ടൊന്ന് ആ ഭാഗം പഠിക്കാൻ എനിക്ക് പറ്റി. അപ്പൊ ഞാനത് കൃത്യമായി പഠിക്കാതെ, ഞാനത് കൃത്യമായി പ്രാപിക്കാതെ നിങ്ങൾക്ക് തന്നാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് എനിക്ക് അല്പം ശാരീരിക പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം പഠിക്കുവാൻ സമയം എനിക്ക് ലഭിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, കടന്നു വരുന്ന സൂമിൽ ജോയിൻ ചെയ്യുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ഒരു ദൈവശബ്ദം എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം ഇടപെട്ടൊരു ദൂതുണ്ട്. ആ ദൂതാണ് ഇന്ന് പകൽ ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവ് അനുവദിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യാവസ്ഥയുടെ ബാക്കി 3 കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഞാൻ പറയാം. ഇന്ന് പകൽ മറ്റൊരു ദൂതിലേക്ക് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ, എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ഈ ദൂതിന്റെ അകത്ത് ഒരു അസാധാരണമാകുന്ന ദൈവശക്തി വ്യാപരിച്ചത് എനിക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. ആയതിനാൽ നമുക്ക് ഇന്ന് പകൽ ആ തിരുവചനം ധ്യാനിക്കാം. വായിച്ചാട്ടെ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം ഒരാൾക്ക് ദൈവസന്നിധി ശബ്ദം ഉയർത്തി വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ സ്വർണം. നമുക്കൊരു വാക്കുന്ന പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തന്ന വചനത്തിന് നന്ദി. വചനത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കും. വാഴ്ത്തി അനുഗ്രഹിക്കണം, ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തും. കൂടപ്പെട്ട ജനത്തെ, സുഖിലായിരിക്കുന്ന ജനത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മഹത്വം കർത്താവ് എടുക്കണം, ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരകൾ ഉയർത്തി കർത്താവ്. ഓക്കെ, ഒന്നുകൂടെ വായിച്ച പോലെ. അങ്ങനെ അവൾ പോയി ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിന്റെ വയലിൽ അവൾ വന്നു. ഞാൻ ഇന്ന് ഒറ്റ പദമേ എടുക്കുമ്പോ, ഒറ്റ പദം ഭാഗ്യവശാൽ. സ്തോത്രം. ഭാഗ്യവശാൽ എന്ന ഒറ്റ വാക്കിൽ നിന്നുകൊണ്ട്, ഭാഗ്യവശാൽ എന്ന ഒറ്റ വാക്കിൽ നിന്നുകൊണ്ട് ഈ തിരുവെഴുത്ത് ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. എന്റെ വിഷയം ഇതാണ്: ഭാഗ്യവശാൽ നമുക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ. ഭാഗ്യവശാൽ നമുക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ. അത് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലെ 8-ാമത്തെ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം, അല്ലേ? വിശുദ്ധ ബൈബിളിലെ 8-ാമത്തെ പുസ്തകം.
ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. ഈ കുഞ്ഞിന് 5 വയസ്സേ ഉള്ളൂ. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ഈ കുഞ്ഞ് കാണാതെ പറയും. അത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ പറയുള്ളൂ. എന്നോട് ഇന്ന് രാവിലെ അവരെ ഫസ്റ്റ് വന്നേ, ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ്, മാസങ്ങളെ ഞാൻ രണ്ടും പഠിച്ചു കേട്ടോ. ഒന്നിലധികം പ്രാവശ്യം എന്നെ ഇപ്പൊ പറഞ്ഞു കേൾപ്പിച്ചു. ഒന്നിലധികം പ്രാവശ്യം എന്നെ ഇപ്പൊ പറഞ്ഞു കേൾപ്പിച്ചു. സ്വോത്രം. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് കാണാതെ 5 വയസ്സുള്ള കുഞ്ഞിനെ അറിയാം. സ്വോത്രം. 50 വയസ്സുള്ളവർ ഇപ്പോഴും തപ്പുക, ഇതെവിടാണ്? ഞങ്ങളൊരു ചർച്ചില് ഈ ബൈബിൾ റെഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തി. ബൈബിൾ റെഫറൻസ്. ആ പ്രോഗ്രാം നടത്തിയപ്പോ കുറച്ച് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പൊ ഞാൻ ആ പ്രോഗ്രാം നടന്നു. ബൈബിൾ റെഫറൻസ് നടത്തിയപ്പോ ഇതുപോലൊരു ഒരു റെഫറൻസ് പറഞ്ഞു. അപ്പം അത് ആദ്യം ഒരു പെങ്കൊച്ചെടുത്തു. അടുത്തിരുന്ന പെങ്കൊച്ചെന്താ നോക്കുന്നറിയാവോ? ഈ പേജ് നമ്പർ ആണ്. ഇവള് നോക്കുന്നത് എന്താ? ഈ പേജ് നമ്പർ നോക്കി ഇവൾ എടുക്കുന്നു. പക്ഷെ സത്യത്തിൽ ഇവളുടെ പുസ്തകം ചെറിയ പുസ്തകവും അവളുടെ പുസ്തകം വലിയ പുസ്തകവുമാണ്. അപ്പൊ പേജ് നമ്പറിൽ എന്ത് വരും? വ്യത്യാസം വരും. അവളിപ്പം 98 എടുത്തെങ്കിൽ ഇവളും 98 എടുക്കും. പക്ഷെ പുസ്തകം രണ്ടായിരിക്കും. അവളെടുത്ത രൂത്ത് ആണെങ്കിൽ ഇവളെടുത്ത സങ്കീർത്തനം എന്ന് പറഞ്ഞു. ഇപ്പോഴും പലരും പേജൊക്കെ നോക്കി എന്ത് ചെയ്യും? സംശയ നിവാരണം നടത്തണമെങ്കിൽ ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്താൽ മതി. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ഒന്ന് എഴുതി കാണിച്ചത് ജസ്റ്റ് പറഞ്ഞാൽ മതി. സ്വോത്രം. അപ്പോട്ടെ, നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. അപ്പൊ പഴയ നിയമ പുസ്തകത്തിലെ 8ാമത്തെ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. ഈ വിശുദ്ധ ബൈബിളിൽ സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകമുണ്ട്. അതേതൊക്കെയാണ്? രൂത്തും, അത് എല്ലാവർക്കും രൂത്തും പ്രധാനപ്പെട്ട 2 സ്ത്രീകളുടെ. ഞാൻ ഈ പുസ്തകത്തെ ഒന്ന് വിലയിരുത്തി. ഈ 2 പുസ്തകത്തെ ഞാൻ വിലയിരുത്തിയപ്പോ എനിക്ക് കോമൺ ആയി ഒരു കാര്യം മനസ്സിലായി, ഒരു വെളിപ്പാട് മനസ്സിലായി. രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്തൊരു ഗൂഢുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം ചിന്തിച്ചത്. രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു വിജാതീയ സ്ത്രീ ഒരു എബ്രായ പുരുഷനെ വിവാഹം ചെയ്തു. ഒരു വിജാതീയ സ്ത്രീ ഒരു എബ്രായ പുരുഷനെ വിവാഹം ചെയ്തു. ഇനി എസ്തേറിന്റെ പുസ്തകം നോക്കി. ഒരു എബ്രായ സ്ത്രീ ഒരു വിജാതീയ പുരുഷനായ രാജാവിനെ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വിജാതീയ സ്ത്രീ ഒരു എബ്രായനെ എന്ത് ചെയ്തു? ഒരു എബ്രായ പുരുഷനെ വിവാഹം ചെയ്തു. എന്നാൽ എസ്തേറിന്റെ പുസ്തകത്തിലോട്ട് വന്നപ്പോ കണ്ടു, ഒരു എബ്രായ സ്ത്രീ ഒരു വിജാതീയ പുരുഷനായ രാജാവിനെ വിവാഹം ചെയ്തു. സത്യത്തിൽ നമുക്ക് പെന്തക്കോസുകാർക്ക് അത് കേട്ടാൽ പിടിക്കത്തില്ല. അത് കേട്ടാ നമുക്ക് പെന്തക്കോസുകാർക്ക് സ്വതന്ത്രം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അതിൻ്റെ അകത്തൊരു ദൈവ പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അതിൻ്റെ അകത്തൊരു ദൈവ പദ്ധതി മറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. രൂത്ത് ബോവസിന്റെ സഹധർമ്മിണിയായതും രാജാവിന്റെ സഹധർമ്മിണിയായതും
അതിന്റെ അകത്തൊരു ദൈവ പദ്ധതി പറഞ്ഞു കിടക്കും. Praise the Lord. എന്നോട് ദൈവാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറി പറഞ്ഞത്, ചിലപ്പോ നമ്മൾ ചിന്തിക്കുമ്പോ സത്യത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ നമ്മുടെ ചിന്തയായിരുന്നില്ല ദൈവത്തിന്റെ ചിന്ത. സ്തോത്രം, സ്തോത്രം. എസ്തേർ അന്ന് വിജാതീയനായ ഒരു രാജാവിന്റെ പത്നിയാകണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. കാരണം അതിന്റെ പുറകിലെ പദ്ധതി എന്ന് പറഞ്ഞാൽ യഹൂദയുടെ ചരിത്രം അവസാനിപ്പിക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആ ചരിത്രത്തെ അവസാനിപ്പിക്കാതെ ആ ചരിത്രത്തെ നിലനിർത്താൻ ദൈവം എസ്തേറിനെ കണ്ടു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു ചെറിയ ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ചിന്തിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, ആത്മാവിനോട് പറയുന്നു, അത് ദൈവത്തിന് തെറ്റുപറ്റിയതല്ല, അതിന്റെ അകത്തൊരു ദൈവം അത് മറഞ്ഞു കിടക്കണ്ട. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ആ ആത്മീയ ദൂത് മനസ്സിലായി? ഞാൻ ആത്മീയ ദൂത് എത്ര പേർക്ക് മനസ്സിലായി? ചിന്തിച്ചതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ, ഒരിക്കലും ചിന്തിക്കാത്തത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, അതിന്റെ അർത്ഥം നീ സേവിക്കുന്ന ദൈവത്തിന് തെറ്റുപറ്റിയതല്ല, അതിന്റെ അകത്ത് നീ കാണാത്തൊരു ദൈവ പദ്ധതി അവൻ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് ഒരു കാലം ആത്മാവിൽ കൈമാറട്ടെ. സ്തോത്രം. ശരിയാണോ സരോജ? സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്ക് പ്രയാസം അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറയും, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് ഇടപെട്ടുകൊണ്ട് പറയും, ചിന്തിക്കുന്നത് പോലെ നടക്കാതിരുന്നാൽ, ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ തിരിച്ചറിഞ്ഞോ, ദൈവത്തിന് തെറ്റ് പറ്റിയതല്ല, അതിന്റെ അകത്തൊരു ദൈവ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട്. അതിന്റെ അകത്തൊരു ദൈവ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട്. ആരംഭത്തിങ്കൽ അത് വെളിപ്പെട്ടില്ലെങ്കിലും അവസാനത്തിങ്കൽ അത് വെളിപ്പെട്ട് വന്നിരിക്കുമെന്ന് ഇന്ന് മകൻ ഈ ചരിത്ര പുസ്തകങ്ങൾ, ഈ രൂത്തിന്റെയും എസ്തേറിന്റെയും പുസ്തകങ്ങൾ നമ്മളെ പഠിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ശിംശോനെ അറിയാവോ? അറിയാവോ സച്ചു? ശിംശോനെ അറിയോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം. അതായത് ശരി. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുക ആരാ? അതിന് നല്ലതില്ലെന്ന് പറയും. വെരി ഗുഡ്. സ്തോത്രം. ഈ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന നമ്മൾ ഈ വിശ്വാസികളുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ പാസ്റ്റർമാരും പറയുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാറ്റി നിർത്തി നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിഷമാവും. ഞങ്ങളെയും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം. സ്തോത്രം ചെയ്യും. കള്ളം പറഞ്ഞു. മോൻ സത്യം പറഞ്ഞു, അറിയത്തില്ല പറഞ്ഞേരാ കേട്ടോ. ഈ ശിംശോനെ തിരുവെടുത്ത് പഠിക്കുമ്പോ ശിംശോൻ അപ്പനോടും അമ്മയോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഫെലിസ്ത്യ ദേശത്തിൽ ഒരു കന്യയായ ഒരു സ്ത്രീ, എനിക്ക് അവളെ ഇഷ്ടമാണ്, എനിക്ക് അവളെ വിവാഹം ചെയ്ത് തരണം, എനിക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ട്, എനിക്ക് അവളെ വിവാഹം ചെയ്ത് തരണം. ഉടനെ അപ്പനും അമ്മ എതിർത്തു. അപ്പനും അമ്മയും അവരെതിർത്തു. അവര് പറഞ്ഞു, മോനെ അതൊഴിച്ച് നീ വേറെ പറഞ്ഞു എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പനും അമ്മ എതിർക്കാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഫെലിസ്തീനുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ന്യായപ്രമാണത്തിനെതിരാണ്.
ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിന് അതെതിരാ. ഫിലിസ്തീനുമായിട്ടൊന്നും ദൈവജനം എന്ത് ചെയ്യരുത്, ഇടകലരാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന മറ്റു രാജ്യങ്ങൾ, മിസ്രൈമ്യ രാജ്യങ്ങൾ, അതുപോലെ ശേന്ദ്രിയ രാജ്യങ്ങളെല്ലാം പരിച്ഛേദനയേറ്റവർ. എന്നാൽ ഫിലിസ്തീൻ എന്ത് ചെയ്തിട്ടില്ല, പരിച്ഛേദന ഏറ്റെടുത്തില്ല. ഈ രണ്ട് കാരണത്താലാണ് അപ്പനും അമ്മയും പറഞ്ഞത് നമുക്ക് അവിടുന്ന് ഒരു കൊച്ചിനെ വേണ്ട. പക്ഷെ ശിംശോൻ പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞാലും അവളെ അല്ലാതെ വേറെ ആരെ വേണ്ട. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരത്തില്ലേ, അപ്പനെ അമ്മയെ അനുസരിക്കാത്തൊരു ചെറുക്കൻ അല്ലേ? നമുക്കൊരു ചിന്ത വരും, അപ്പനെ അമ്മയെ എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല, ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നില്ല. അപ്പനും അമ്മയും പറഞ്ഞ കാര്യം കറക്റ്റല്ലേ? ന്യായപ്രമാണം അനുസരിച്ച് ഫിലിസ്തീനുമായിട്ട് ഒരു ബന്ധത്തിന് എന്ത് ചെയ്യരുത്, ഏർപ്പെടരുത്. അതേപോലെ അവർ പരിച്ഛേദന ഏറ്റിട്ടില്ല, പറഞ്ഞ കാര്യം കൃത്യമല്ലേ? ശിംശോനെ ആ നിലയിലേക്ക് അവന്റെ ഹൃദയത്തെ കൊണ്ടുപോകുന്നതിന്റെ പുറകിൽ എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഫെലിസ്ത്യൻ ഇസ്രായേലിന്റെ മേൽ ഒരു ആധിപത്യം, വാക്ക് ശ്രദ്ധിക്കണം, ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഫെലിസ്ത്യനെ ജയിക്കാൻ കരുത്തുള്ള ഒരുത്തനേ ഉള്ളൂ, അവന്റെ പേരാ ശിംശോൻ. പക്ഷെ ഇസ്രായേലിൽ കിടന്ന് അഭ്യാസം കാണിച്ചാൽ ഫെലിസ്ത്യനെ കീഴടക്കാൻ പറ്റത്തില്ല. ഫെലിസ്ത്യനെ കീഴടക്കണമെങ്കിൽ അവന്റെ നാട്ടിൽ വേണം. അത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് തന്നെ ഒരു കുട്ടിയെ വിവാഹം കഴിക്കത്തക്കവണ്ണം അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു ചിന്ത കൊണ്ടിട്ടത്. പക്ഷെ അപ്പനും അമ്മയ്ക്കും അത് മനസ്സിലായില്ല. പക്ഷെ ശിംശോൻ അത് മനസ്സിലായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളെ രൂത്തിന്റെ എസ്തേറിന്റെ പുസ്തകത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലതൊക്കെ കാണുമ്പോൾ, ചിലതൊക്കെ കേൾക്കുമ്പോൾ, ചിലതൊക്കെ അറിയുമ്പോൾ നമുക്കതങ്ങോട്ട് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവ് പറയുന്നു, അല്ലെങ്കിൽ ശിംശോനെ ആ നിലയിലേക്ക് എത്തിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത് എന്തിനാ? ഫെലിസ്ത്യന്റെ മേലൊരു ജയമെടുക്കാൻ. വാഗ്ദത്ത ജനത്തിന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഫെലിസ്ത്യന്റെ ആധിപത്യത്തെ മുച്ചോട് തകർത്തു കളയാൻ വേണ്ടി ഹല്ലേലൂയ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്തവനാ ശിംശോൻ. ഒരു മറുവശം കൂടെ പറഞ്ഞിട്ട് ഞാന് ആ ഭാഗം അങ്ങ് വിടാം. ദൈവത്തിന്റെ പദ്ധതിയൊക്കെ ആയിരുന്നു, പക്ഷേ അച്ചായൻ അതെന്ത് ചെയ്തു, അങ്ങ് മറന്നുപോയി. കൊച്ചിനെ കെട്ടി ദേശം എത്തിക്കഴിഞ്ഞപ്പോ അച്ചാൻ എന്ത് ചെയ്തു, അതൊക്കെ മറന്നു. പോന്ന വഴിക്ക് ഭയങ്കര ദൈവപ്രവൃത്തിയൊക്കെ നടന്നാ പോയെ. അറിയാലോ, ഒരു ബാലസിംഹം തനിക്കെതിരെ വന്നപ്പോ ഒരു ആട്ടിൻകുട്ടിയെ വലിച്ചു കീറുന്ന ലാഭകത്തോടു കൂടി എന്ത് ചെയ്തു, വലിച്ചു കീറി കളഞ്ഞു. സ്വതന്ത്രം തിരിച്ചു വന്നപ്പോ അതിന്റെ ജഡം, സിംഹത്തിന്റെ ജഡത്തിന്റെ ഉള്ളറയിൽ പേരീച്ച് എന്ത് ചെയ്തു, കൂടുകൂട്ടി തേനുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ ശിംശോൻ നോക്കുക, അങ്ങോട്ട് പോയപ്പം അടിച്ചു കൊന്ന സാധനം എന്ത് ചെയ്യും, നോക്കിയപ്പോ അവിടെ കിടപ്പുണ്ട്. ഉടനെ അതിന്റെ അകത്ത് എന്തുണ്ട്, തേനീച്ചക്കൂട് തേൻ കിടപ്പുണ്ട്. ഉടനെ ആ തേനും എടുത്തോണ്ട് അവിടെ തന്നെ തെറ്റി. കാരണം തിരുവെഴുത്ത് പറയുന്ന, ചരിത്രം പഠിപ്പിക്കുന്നത് നാസിർകാരനാണ് ആര്, ശിംശോൻ. ആ ശിംശോൻ അശുദ്ധമായതിനെ തുടരുതെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാ. നാസിർകാരൻ എന്ത് ചെയ്യരുത്, അശുദ്ധമായത് തൊടാൻ പാടുള്ളതല്ല. സ്തോത്രം. അല്ലെങ്കിൽ തിരിച്ചുപോയി മടങ്ങി വന്നപ്പോ തന്നെ ഒന്നാമത്തെ കൽപ്പന തെറ്റി. അപ്പൊ തന്നെ കാര്യങ്ങൾ ഒരു സൈഡിൽ നിന്ന് പൊളിയാൻ തുടങ്ങി. സ്തോത്രം.
ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ചില വിഷയത്തിലൂടെ പരിശുദ്ധാത്മാവ് കടത്തിവിടുമ്പോൾ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, അതിനെ മിസ്യൂസ് ചെയ്യരുത്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? യോ, നിങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടോ? 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 ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിക്കനുസരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ചിലപ്പോൾ നമ്മുടെ അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു, നിന്റെ വഴിയല്ല എന്റെ വഴി, നിന്റെ തീരുമാനമല്ല എന്റെ തീരുമാനം. ദൈവത്തിൻ്റെതായ തീരുമാനമുണ്ട്, ദൈവത്തിൻ്റെതായ വഴിയുണ്ട്. സ്തോത്രം. പക്ഷെങ്കിൽ ആ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നിലൂടെ ദൈവത്തിന് പൂർത്തീകരിക്കണമെങ്കിൽ ദൈവഹിതത്തിനും ദൈവത്തിന്റെ വാക്കനുസരിച്ചും നീ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ. എസ്തേറിന് ഇങ്ങനെ ഒരു പാളച്ച വന്നു. അറിയാമോ? ഇതൊന്നും വായിച്ചിട്ടില്ലേ? സ്തോത്രം. ലേഖനമോ വെളിപ്പാട് പുസ്തകമോ വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ ഈ മൗനം ഓക്കെ, കുഴപ്പമില്ല, പ്രശ്നമില്ല. എസ്തേറൊക്കെ ഇട്ട് കൈകാര്യം ചെയ്യില്ല എല്ലാരും, അറിയത്തില്ലേ? സ്തോത്രം. എനിക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം ഓർമ്മ വരുന്നത്, പെട്ടെന്ന് സ്വർഗത്തിൽ വലിയൊരു മൗനത. സ്തോത്രം. ഈ മുട്ടുസൂചി ഇട്ട് അറിയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ചോദ്യം ചോദിച്ചാൽ. സ്തോത്രം. എസ്തേറിന്റെ ജീവിതത്തിൽ ഒരു പാളിച്ച വന്നതാണ്. പക്ഷെങ്കിൽ കൃപയാൽ അതിനെ തിരുത്താൻ മോർദെഖായി ഉണ്ടായി. പക്ഷെ ശിംശോൻ ആരും ഇല്ലാതായി. കൃപയാൽ മോർദെഖായി ഉണ്ടായി. മോർദെഖായി പറഞ്ഞു, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്തു നിന്ന് രക്ഷാപ്പെടും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ആ തിരുത്തൽ മോർദെഖായി വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ്, മോർദെഖായി കൃത്യമായി കാര്യം പറഞ്ഞപ്പോഴാണ് എസ്തേർ തിരുത്തിയത്. എസ്തേർ പറഞ്ഞു, എന്നാ നിങ്ങൾ 3 ദിവസം ഉപവസിച്ചോ, ഞാൻ ഇവിടെ ഉപവസിക്കാം കേട്ടോ. ഈ ചിലതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും. ഈ ചിലതൊക്കെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അല്ലേ? അയ്യോ, ഇതൊന്നും അറിയത്തില്ലേ? പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങള് ആക്ട് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയത്തില്ല, അഭിനയിച്ചിരിക്കുകയാണ് അറിയാത്ത ഭാവത്തിൽ. അല്ലേ മോളെ? ഒന്നുമില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും, എന്തെങ്കിലുമൊക്കെ ലഭിക്കപ്പെട്ട് കഴിയുമ്പോ പിന്നെന്ത് ചെയ്യും? ആ പഴയതല്ല അങ്ങ് മറക്കും. ജീസസ്. ഹല്ലേലൂയ. എസ്തേർ കൊട്ടാരത്തിൽ സേഫ് ആയപ്പോൾ ഒരു നിമിഷം എസ്തേർ തന്റെ ജനത്തെ കുറിച്ച് മറന്നു. പക്ഷെങ്കിൽ വളർത്തപ്പൻ അച്ഛൻ അത് ബോധ്യപ്പെടുത്തി. പക്ഷേ ശിംശോനെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ആരുമില്ല. കാരണം തിരുവെഴുത്ത് പറയുന്നത് ശിംശോനോട് പേഴ്സണലായിട്ട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. വാക്കിങ്ങനെ എഴുതിയിരിക്കുന്ന ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു ആത്മാവ്. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ദൂതിതല്ല, ഞാൻ ദൂതിലേക്ക് വരാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചിന്തിക്കാത്തതും നമ്മൾ വിചാരിക്കാത്തതുമാകുന്ന അവസ്ഥകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കടത്തി വിടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിന്റെ പുറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഞാൻ വിശ്വസ്തയായി ദൈവസന്നിധിയിൽ നിലനിൽക്കണം. എത്ര പേർക്ക് മനസ്സിലായവർ മാത്രം സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇരുളടഞ്ഞൊരു കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇരുളടഞ്ഞൊരു കാലഘട്ടം. ജനത്തിന് തോന്നുന്ന പോലെ നടക്കാം,
തോന്നിയതുപോലെ ജീവിക്കാം. ആരും അവനെ നിയന്ത്രിക്കാനില്ല, ആരും അവനെ സഹായിക്കാനില്ല, ആരും അവനോട് ഒന്നും പറയാനില്ല. ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് വെച്ചാൽ യോശുവയുടെ മരണം മുതൽ ശൗലിന്റെ ഭരണ കയറ്റം വരെയുള്ള കാലഘട്ടത്തിൽ ജനത്തിന് എങ്ങനെ വേണേലും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുളടഞ്ഞ കാലഘട്ടം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വർണ്ണജ്വാല പോലെ വെളിപ്പെട്ട ഒരു പ്രകാശമാണ് രൂപപ്പെട്ടത്. എന്റെ ഭാഷ പറഞ്ഞാൽ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണ്ടതിന്റെ സന്തോഷമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ യൂത്തിന്റെ രംഗപ്രവേശനം വരുന്നത്. സ്തോത്രം. യൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം സഖി എന്നാണ്. എന്താ സഖി? സ്തോത്രം. യൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇരുളടഞ്ഞ കാലഘട്ടത്തിന്റെ അകത്ത് ഒരു വെളിച്ചം വെളിപ്പെട്ടു വന്നത് അല്ലെങ്കിൽ രൂത്തിന്റെ പുസ്തകത്തിലൂടെയാണ്. ഇന്ന് പകൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് എന്നോട് ഇടപെടുന്ന ഒരു ദൈവിക വെളിപ്പാടുണ്ട്. ജീവിതത്തിൽ ഇരുളടഞ്ഞ ഏതെങ്കിലും സാഹചര്യം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഈ ശുശ്രൂഷ കഴിക്കുമ്പോൾ ആ മേഖലയിലേക്ക് ഒരു വെളിച്ചം ഇറങ്ങി വരും. എന്നോട് കയറി പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ മരുഭൂമിക്കകത്ത് ഒരു മരം അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അത് വിശ്വസിക്കുന്നവർ സ്വർഗ്ഗത്തിൽ എന്നോട് ആത്മാവ് പറയുന്നു. ചിലരൊക്കെ മരുഭൂമിയുടെ അവസ്ഥയിലിരിക്കുന്നത് എന്നാൽ ആത്മാവ് ഇടപെടുക അതിന്റെ ഒരു മരുപ്പച്ച. യെസ്, ഇന്ന് പകരം പ്രാപിക്കട്ടെ. ഇന്ന് മകളെ രുചിക്കട്ടെ. ഇന്ന് മകളെ ദൂരെ രുചിക്കട്ടെ. ഇന്ന് മകളെ ദൂരിന്റെ പ്രവർത്തി വരുന്നത് യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ ആത്മാവ് ഏറ്റെടുത്തു. നിങ്ങൾ ആത്മാവ് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ സമാനങ്ങൾ പറയുന്നത് നിന്റെ മരുഭൂമിയിലകത്ത് നിന്റെ മരുപ്പച്ച കാണാൻ പോകുന്നു. നിന്റെ മരുഭൂമിയിലകത്ത് ഒരു മരുപ്പച്ച. എത്ര പേർക്ക് ഉറപ്പുണ്ടത്? എന്നോട് കർത്താവ് പറയുന്നത് വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. നീ അനുഭവിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയ്ക്ക് നടുവിൽ ഒരു മരുപ്പച്ച ദൈവാത്മാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവര് മാത്രമേ പറഞ്ഞേ. ഹല്ലേലൂയ. ബേർശേബയിലൂടെ കടന്നു പോകുമ്പോൾ, മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഹാഗാറിനും തന്റെ കുഞ്ഞിനും വേണ്ടി ഓപ്പണായ മരുപ്പച്ചയാണ് നീരുറവാവ്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹാഗാറിന് കുഞ്ഞിനു വേണ്ടി ഒരുങ്ങിയ മരുപ്പച്ചയാണ് നീരുറവ. ജനം മൊത്തം ക്ഷാമം അനുഭവിക്കുമ്പോൾ ഏലിയാവിന് വേണ്ടി ദൈവം ഒരുക്കിയ മരുപ്പച്ചയാണ് കെരീത്ത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അനുഭവിക്കുന്നവരോട് മാത്രം, എല്ലാവരോടുമല്ല, ഇതെല്ലാവർക്കുള്ള ദൂരമല്ല, അത് അനുഭവിക്കുന്നവരോട് മാത്രം ആത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു മരുപ്പച്ച ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണുനീര് വാരിയെറിയുന്ന നിന്നോടാത്മാവ് പറയുന്നേ, കണ്ണുനീര് വാരിയെറിയുന്ന നിന്നോടാത്മാവ് പറയുന്നേ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു മരുഭൂമിയിൽ ഒരു മരുപ്പച്ചയവരേറുന്നു. എനിക്ക് മുമ്പോട്ട് വരണം. അപ്പത്തിന്റെ ഭവനം എന്നർത്ഥമുള്ള ബത്ലഹേമിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടായി. ഇനി ഞാൻ ദൂതിലേക്ക് കടക്കുക. വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ഇനിയാണ് നമ്മുടെ വിഷയം ആരംഭിക്കുന്നത്. മറക്കരുത്, ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ മറക്കരുത്. നമുക്ക് ദൂരിലേക്ക് കിടക്കാം. അപ്പത്തിന്റെ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന അർത്ഥമുള്ള ബദലഹേമി എന്തുണ്ടായി? വലിയൊരു ക്ഷാമം. അതിന് കാരണം എന്താ അറിയാമോ? അതിന്റെ കാരണം എന്താ? ഓ, വീണ്ടും സ്വർഗത്തിൽ മൗനമായി. അതിന്റെ കാരണം എന്താ? ബൈബിൾ കോളേജ് സ്റ്റുഡന്റ് അല്ലേ? അതിന്റെ കാരണം എന്താ മോളെ? എന്താ അതിന്റെ കാരണം? ആർക്കെങ്കിലും അറിയാമോ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ജനം അനുസരണം കെട്ടവരായി നടന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞു. അനുസരണം കെട്ടവരായിട്ട് എന്ത് ചെയ്തു? നടന്നു. അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു. മോശയോട് ദൈവം പറഞ്ഞൊരു പ്രമാണം ഉണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന വിട്ടു മാറിയ, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവൻ അടയ്ക്കും, അവൻ ഭൂമിയുടെ ഉറവുകളെ അടയ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും ഒന്നും എന്ത് ചെയ്യത്തില്ല, ലഭിക്കപ്പെടത്തില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നന്മയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അപ്പോ അപ്പത്തിന്റെ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന ബെത്ലഹേമിൽ ഇത്രയും വലിയൊരു ക്ഷാമം വരാനുള്ള കാരണം ജനം അനുസരണം കേട്ടവരായി നടന്നുകൊണ്ടാ. ഞാൻ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ പറയാം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അനുസരണയോടെ ജീവിച്ചില്ല എങ്കിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കാനിരിക്കുന്ന നന്മയും വഴികളും തുറക്കപ്പെടത്തില്ല. നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എന്താ? തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ അല്ലേ? നമ്മൾ മാനസാന്തരപ്പെട്ടോ? ചിലരുടെ ചിന്ത ഇന്ന് മാനസാന്തരപ്പെട്ടാൽ ഇനി ഒരു 10 കൊല്ലത്തേക്ക് മാനസാന്തരപ്പെടുകയേ വേണം. അങ്ങനെയാണോ? ഞാൻ വളരെ ഭയത്തോടെയും സ്നേഹത്തോടെയും പറയാം, ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ, ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാതെ എന്തൊക്കെ കിടന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റത്തില്ല. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക്, ഒരാമെ ചേർന്ന് പറ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുഴക്കം വരുത്താത്തൊരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നേരോടെ നടക്കണം. കാൽ ചുവട് വെക്കുന്നത് ദൈവഹിതം അനുസരിച്ചായിരിക്കണം. മുൻപോട്ട് കടന്നു പോകേണ്ട ദൈവത്തിന്റെ വാക്കിനനുസരിച്ചായിരിക്കണം. അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ളതുപോലെ നമ്മൾ ജീവിച്ചിട്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കത്തില്ല എന്ന് ഈ തിരുവെഴുത്തിന്റെ വെളിപ്പാട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മടങ്ങി വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. അപ്പൊ വളരെ ക്ഷാമമുണ്ടായി. വളരെ ക്ഷാമമുണ്ടായ കാലത്ത് എലീമേലേക്കും തന്റെ ഭാര്യ നവോമിയും തന്റെ മക്കളായിരിക്കുന്ന മകളോടും കിന്നോനുമോ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു തീരുമാനമെടുത്തു. ഇവിടുത്തെ ക്ഷാമം തീരുന്നത് വരെ മോവാബ്യ ദേശത്തേക്ക് കടന്നു. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ആ തീരുമാനം സത്യത്തിൽ ദൈവഹിതമല്ലായിരുന്നു. ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്കതറിയാം. ആയിരുന്നോ? ദൈവഹിതം അല്ലായിരുന്നു. തീരുമാനം. എന്നോട് പേഴ്സണലി പരിശുദ്ധാത്മാവ് ചിലരോട് ദൂതിടപെടുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞ സമയം കളയുന്നില്ല, പിന്നെ പറയാം.
ദൈവഹിതമല്ലായിരുന്നു. 10 വർഷമാണ് അവർ മോവാബ്യ ദേശത്ത് പാർത്തത്. അപ്പനും അമ്മയും മക്കളും ചെന്നു. മക്കൾ ചെന്ന് കഴിഞ്ഞ് മക്കൾക്ക് 2 പിള്ളേരെ കണ്ടത്. ഒന്ന് രൂത്ത്, ഒന്ന് ഓർപ്പ, 2 പെൺകൊച്ചുകൾ. അങ്ങനെ മുൻപോട്ട് ജീവിച്ചു പോകുന്ന സമയത്ത് അപ്പനും മരിച്ചു, 2 മക്കളും മരിച്ചു. നവോമി, ഓർപ്പ, രൂത്ത്, 3 പേര് ശേഷിച്ചു. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ പറഞ്ഞില്ല ശരിയാത്തില്ല. ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട കാര്യമാണ്. അല്ലേലി അവിടെ പൊട്ടി, ഇവിടെ പൊട്ടി, ഇവിടെ തകർന്ന്, അവിടെ തകർന്ന്. ഇത് കേൾക്കുന്നതിൽ നല്ലത് മാനസാന്തരപ്പെടുന്ന ഒരു ദൂത് കേൾക്കണം, എന്നിട്ട് അത് കേൾക്കാം. സ്വോത്രം. അല്ലേലിയ. ഈ ദൈവഹിതമില്ലെങ്കിൽ, ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, ഞാൻ പറയാം, നഷ്ടങ്ങൾ വരും. ഉള്ള ലാഭം കൂടെ എന്ത് ചെയ്യും? ഉള്ളതും കൂടെ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. സത്യത്തിൽ നവോമിക്ക് അതാ സംഭവിച്ചു. ഹല്ലേലൂയ. അവരെടുത്ത തീരുമാനം എന്ത് ചെയ്തു? തെറ്റി. ദൈവത്തിന്റെ ഹിതമല്ലായി. തീരുമാനം തെറ്റി. പരിണിത ഫലം. ഹല്ലേലൂയ. ഒരു കുടുംബമായി പോയത് തിരിച്ചു വരുന്ന രംഗം നിങ്ങൾ കണ്ടോ? തിരിച്ചു വരുന്ന രംഗം നിങ്ങൾ കണ്ടോ? നഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. എന്നോട് ദൈവാത്മാവ് ഇടപെടുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവഹിതമില്ലാതെ കുഞ്ഞെ നീ മൂവ് ചെയ്യരുത്. ദൈവഹിതമില്ലാതെ നീ തീരുമാനമെടുക്കരുത്. ദൈവത്തിന്റെ ഹിതമില്ലാതെ നീ മുൻപോട്ട് പോകരുത്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം നിന്നോട് എന്ത് സംസാരിക്കുന്നു അതനുസരിച്ച് നീ മുൻപോട്ട് പോകുക. ഇല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ വരും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സത്യത്തിൽ മനസ്സിലാക്കിയത്, അവൻ എബ്രായരാണെങ്കിലും, അവന് ദൈവത്തിന്റെ ജനമാണെങ്കിലും, അവൻ താമസിച്ചത് ബേത്ലഹേമിലാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രത്യാശ അവർ മറന്നുപോയി. നമുക്കും അതല്ല പ്രശ്നം. ഒരു പ്രത്യാശ അവര് മറന്നുപോയി. എന്താ പ്രത്യാശ? അല്ലെങ്കിൽ ഇന്ന് ക്ഷാമമാണെങ്കിലും എന്റെ ദൈവം എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ വെക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവനത് മാറ്റും. ഇന്നല്ലെങ്കിൽ നാളെ അവനത് തിരുത്തും. ഈ ക്ഷാമം ദൈവം മാറ്റുമെന്നുള്ള പ്രത്യാശ അവര് മറന്നുപോയി. ഇതിന്റെ അകത്തിരിക്കുന്ന സൂവിലിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മനിയോഗത്തെ പേരൊന്നും പറയുന്നില്ല. ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, ചില സമയം ദൈവം നിനക്ക് വേണ്ടി നീ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ചില ക്ഷാമമാണ്, കഷ്ടതയാണ്, പ്രയാസമാണ് അനുഭവിക്കുന്നതെങ്കിൽ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്ത വഴി ചൂസ് ചെയ്യരുത്. അതിന്റെ നടുവിൽ ദൈവസന്ധി ക്ഷമയോടെ പ്രാർത്ഥിക്കുക. ഈ സമയം മാറുന്നൊരു സമയം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അനുഭവം മാറുന്നൊരു നേരം വരുന്നുണ്ട് കേട്ടോ. നീ ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിനക്കൊരു മാറ്റം ദൈവം തരും. എത്ര പേര് വിശ്വസിക്കുന്നു? അതിനു മുമ്പേ ദൈവഹിതമില്ലാത്ത തീരുമാനമൊന്നും എടുക്കരുത്. അതിനു മുമ്പേ ദൈവഹിതമില്ലാത്ത തീരുമാനമൊന്നും എടുക്കരുത്. അങ്ങനെ എടുത്താൽ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരുന്നു, ദൈവാത്മാവ് മുന്നറിയിപ്പ് തരുന്നു. അതിൽ ചില നഷ്ടങ്ങളെ നീ ഫേസ് ചെയ്യേണ്ടി വരും. ചില നഷ്ടങ്ങളെ നീ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുകയാണ്. ഈ നഷ്ടങ്ങൾ വന്നപ്പോഴേ നവോമി മരുമക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് പൊക്കോ. നിങ്ങൾ നിങ്ങളുടെ ഓർമ്മ ഇത് കേട്ടായിരിക്കുക. എപ്പ അമ്മച്ചി ഇത് പറയും 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 എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവള് തലേരാത്രിയെ ബാഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെച്ച് കട്ടിന്റെ അടി ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഈ ഒരു വാർത്ത കിട്ടിയിട്ട് വേണം ഇത് എടുത്തോണ്ട്. അവൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ സ്വദേശത്ത് പോയിക്കോ. പോയി നിങ്ങളൊരു വിവാഹമൊക്കെ കഴിച്ച്
നിങ്ങൾ സന്തോഷമായി നിങ്ങൾ ജീവിക്കരുത്. രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു. ഓർപ്പയുടെ കരച്ചിലിന്റെ പുറകിലത്തെ രഹസ്യം എന്താന്ന് നമുക്കറിയത്തില്ല, വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എങ്കിൽ പോലും സ്തോത്രം, ഹല്ലേലൂയ, തിരുവെടുത്ത് പഠിക്കുമ്പോൾ വായിക്കുന്നത് ഓർപ്പ നവോമിയെ വിട്ടു പോയി, അതോടെ അവിടെ ചരിത്രവും തീർന്നു. നവോമിയെ വിട്ടു പോയി ഓർപ്പ, അതോടെ ചരിത്രം തീർന്നു. ഓർപ്പ. പക്ഷെ രൂത്ത് വചനം പഠിക്കും 3 പ്രാവശ്യം രൂത്തിനോട് ആവർത്തിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞു? നീ തിരിച്ച് 3 പ്രാവശ്യം ആവർത്തിച്ചു. പക്ഷെ രൂത്ത് എന്ത് ചെയ്തില്ല? തിരിച്ചു പോയില്ല. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആ ഭാഗം ഞാൻ ധ്യാനിച്ചപ്പോ എന്നെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയൊരു കാര്യമുണ്ട്. രൂത്തുണ്ടല്ലോ, പോകാഞ്ഞതിന്റെ പുറകിലൊരു കാര്യമുണ്ട്. നവോമിയുടെ ദൈവത്തെ കുറിച്ചും തന്റെ ജനത്തെ കുറിച്ചും അവൾക്കൊരു കാഴ്ചപ്പാടുണ്ടായി. ഒരാമേൻ എത്ര പേര് പറയും? സ്വോത്രം. ഇന്ന് ഇതിന്റെ അകത്ത് അത് വെളിപ്പെട്ട് വരണം കേട്ടോ. എന്തോ വെളിപ്പെട്ട് വരണം? കാഴ്ചപ്പാട് വെളിപ്പെട്ട് വരണം. കാഴ്ചപ്പാട് നേത്രകണ്ണുകൾ കൊണ്ട് കണ്ടതല്ല, നേത്രകണ്ണുകൾ കൊണ്ട് കാണാൻ രൂത്ത് ബേത്ലെഹേമിൽ പോയിട്ടില്ല. നേത്രകണ്ണുകൾ കൊണ്ട് കാണാൻ രൂത്ത് നവോമിയുടെ ദൈവത്തെ കണ്ടിട്ടില്ല. നേത്രകണ്ണുകൾ കൊണ്ട് കാണാൻ ബേത്ലെഹേമിനെ കുറിച്ച് അവക്കൊരു കാഴ്ചയുടെ അറിവില്ല. പിന്നെ ബേത്ലെഹേമിനെ കുറിച്ചും തന്റെ ജനത്തെ കുറിച്ചും നവോമിയുടെ ദൈവത്തെ കുറിച്ചും നിനക്ക് എവിടുന്ന ഈ അറിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടെ അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്. എന്നോട് പരിശുദ്ധാത്മാവിനെ ഇടപെട്ടാൽ നിന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല, നിന്റെ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇന്നവനായി പ്രാപിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. ശരിയാണോ? അല്ലേ? നമ്മളെ കുറിച്ച് കാണാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും. നമ്മളെ കുറിച്ച് നല്ലത് കാണാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, രൂത്ത് കണ്ടത് രൂത്തിനെ കുറിച്ചല്ല. അവൾ ആദ്യം കണ്ടത് നവോമിയുടെ ദൈവത്തെ കുറിച്ചാണ്. നവോമിയുടെ ദൈവത്തെ കുറിച്ച് രൂത്താനി കണ്ടത്. നിന്റെ ദൈവം ഇന്ന് മുതൽ എന്റെ ദൈവം. നിന്റെ ദൈവം ഇന്ന് മുതൽ എന്റെ ദൈവം. നിന്റെ ജനം ഇന്ന് മുതൽ എന്റെ ജനം. എന്നോട് ചിലരുടെ കാഴ്ചപ്പാടില്ലാതെ ഈ ശുശ്രൂഷകളിൽ മാറാനുള്ള ചിലരുടെ കാഴ്ചപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ നിന്നെ അതിന്റെ ചെലവിൽ നിന്ന് മാറ്റുന്നത്, ചില കാഴ്ചപ്പാട് നിന്നെ ചെലവിൽ നിന്ന് കാക്കുന്നത്, ചില കാഴ്ചപ്പാടോ ഇങ്ങനത്തെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമല്ലോ. മനസ്സിലെ യേശുവിന്റെ നാമത്തിൽ ഇന്നുവരെ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ പോവുകയാണ്. ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ പോവുകയാണ്. നവോമി പറഞ്ഞു, മറന്നിപ്പോ കാഴ്ചപ്പാടുകൾ പറയാം. ഞാൻ മറന്നിട്ടില്ല. അതിന്റെ അർത്ഥം ആർക്കുമില്ലാത്തൊരു കാഴ്ചപ്പാട് ദൈവം
കാഴ്ചപ്പാടിനെ മറവെട്ടുന്ന ഇരുളിന്റെ വ്യാപാരം ഇന്നലെ മണികളോടെ കാഴ്ചപ്പാടിനെ മറവെട്ടില്ല ഇരുളിന്റെ വ്യാപാരം കഴിഞ്ഞ ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. സത്യത്തിൽ യൂത്ത് നിൽക്കുന്ന സാഹചര്യം നോക്കിയേ, എല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകളെല്ലാം മറ്റ്, ഇനിയും മുൻപോട്ട് കാഴ്ചുവട് വെക്കാൻ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും നല്ല ഓപ്ഷനാ മടങ്ങി പോകോളാൻ പറഞ്ഞത്. ഏറ്റവും നല്ല ഓപ്ഷനാ പറഞ്ഞത്, മോളെ നിന്റെ ജീവിതം നീ നശിപ്പിക്കണ്ട, ഞാൻ ഇന്ന് ഒരു വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ പൈതൽ വിവാഹപ്രായം എത്തുന്നത് വളർന്നത് വരെ നീ കാത്തിരിക്കുമോ? സമയം എത്ര പോകും? അതുവരെ കാത്തിരിക്കാൻ നിനക്ക് പറ്റുമോ? സോ നീ മടങ്ങിപ്പോകണം എന്ന് പോലും നവോമി ഏറ്റവും നല്ല ഓപ്ഷൻ വെച്ചിട്ടും യൂത്ത് പറഞ്ഞില്ല, നിങ്ങൾ വിട്ടു പോകത്തില്ല. സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നത്. ശരിയാണോ പറഞ്ഞേ? വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും കഷ്ടതകളും മരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് സത്യത്തിൽ ദൈവമായിട്ടുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ കണ്ടോ, യൂത്തിന്റെ കാഴ്ചപ്പാട് കിട്ടിയത് ഞാൻ പറഞ്ഞ എത്രപേർക്ക് മനസ്സിലായി? ആ വേദനകളുടെ വഴി, ആ ദുഃഖങ്ങളുടെ വഴി ഇന്ന് ചില വേദനകളിലൂടെ ഇന്ന് പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. ഒരു വർഷത്തെ ഈ എടുത്ത തീരുമാനം ദൈവഹിതമല്ലെങ്കിലും മറുവശത്ത് ദൈവം പറയുന്നത് ഒരു കാഴ്ചപ്പാടിന്റെ ഓപ്പണിംഗ് വെളിപ്പെടുക. സ്തോത്രം. യൂത്തിന്റെ തീരുമാനം ഒരു പ്രവാചകനും പ്രവചിച്ചു പറയുന്നതല്ല. ആണോ? നമ്മളായിരുന്നെങ്കിലും 1500 നമ്പർ എടുത്ത് വിളിച്ചേനെ, ഒരു വിഷയം ഉണ്ടോന്ന് പ്രാർത്ഥിക്കണം, ദൈവാലോചന ദയവായി. ഇരിപ്പ് കണ്ട ഒന്നും ചെയ്യാത്തവരായിരിക്കുന്നു. എന്റെ അടുത്ത് തന്നെ എത്ര എണ്ണം വന്നിരിക്കുന്നു ഈ ഇരിക്കുന്നത്. സ്തോത്രം. വേറൊരാളാ പ്രസംഗിച്ചെങ്കിൽ പോട്ടെ എന്ന് നോക്കാം, എന്റെ മുമ്പിൽ വേണ്ട. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഫോണിലുള്ള പാസ്റ്റർമാരുടെ ദൈവദാസന്മാരുടെ നമ്പർ എല്ലാം വിളിച്ചിട്ട് ചോദിക്കേണ്ടെന്നല്ല കേട്ടോ, ചോദിക്കണം, വേണമെന്നൊന്നും ഞാൻ പറയാം. ഞാൻ ഈ ഭാഗം വെച്ചാ സംസാരിക്കുന്നു. നാളെ മുതൽ എന്നാ ഇനി ബിജോ പാസ് വിളിക്കുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനല്ല, ഒരു പ്രവാചകനും പറഞ്ഞില്ല, ആരും ഇത് പറഞ്ഞില്ല. പറഞ്ഞോ? പക്ഷേ ഒരു തീരുമാനമെടുക്കത്തക്കവണ്ണം, തീരുമാനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവാ വാക്ക്, ഒരു ദൃഢ തീരുമാനമെടുക്കട്ടെ. രൂത്തിനെ കരുത്തുള്ളവളാക്കിയത് എന്താണെന്നറിയാമോ? അവർക്ക് ദൈവം ഒരു കാഴ്ചപ്പാട്. എടാ, കാഴ്ചപ്പാടുള്ളവൻ ജീവിതത്തിൽ എന്നാ വന്നാലും ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തെ കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാടകത്തുള്ള ദൈവവൈകൾ മല ഇടിഞ്ഞു വീണാൽ അവർ നിൽക്കും. കാരണം അവന്റെ മുമ്പിൽ ഒരു വെളിച്ചമുണ്ട്, അവന്റെ മുൻപിൽ ഒരു ദൈവമുണ്ട്. സ്തോത്രം. നവോമിക്ക് മനസ്സിലായി, ഇനി എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ മടങ്ങിപ്പോകുന്ന ലക്ഷണമില്ല. അവൻ തിരിച്ച് ബെത്ലഹേമിലേക്ക് വരിക. സ്തോത്രം. ശ്രദ്ധിക്കണമേ, തിരുവെഴുത്ത് പറയുന്നു, അവൻ തിരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുമ്പോൾ യവക്കൊയ്ത്തിന്റെ തുടക്കമായിരുന്നു ആ സമയം. യവക്കൊയ്ത്തിന്റെ തുടക്കം, ആ സമയത്ത് അവർ വരുന്നത്. തിരുവെഴുത്ത് ഞാനൊന്നും വായിപ്പിക്കുന്നില്ല, സമയമില്ലാത്ത. തിരുവെഴുത്ത് പറയുന്നു, ഉപജീവനത്തിനു വേണ്ടി
രൂത്ത് കതിർ പറക്കാൻ വയല് തേടി അവിടെ നമ്മൾ വായിച്ച വാക്യം, ഞാൻ വാക്യത്തിലേക്ക് വന്നതേ ഉള്ളൂ. നമ്മൾ വായിച്ച വാക്യം ഭാഗ്യവശ, അല്ലെ, ഭാഗ്യവശ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിന്റെ വയലിലായിരുന്നു രൂത്ത് ചെന്നെത്തിയത്. സ്തോത്രം. ഈ ന്യായപ്രമാണം ദൈവം കൊടുക്കുമ്പോൾ ദൈവം എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊയ്യുമ്പോൾ നിങ്ങൾ അതിന് ചേർത്ത് എന്ത് ചെയ്യരുത്, കൊയ്യരുത്. കാരണം നിങ്ങൾ കൊയ്തതിന് ശേഷം ദരിദ്രന്മാർക്ക് പിറക്കുവാൻ, ഒന്നുമില്ലാത്തവർക്ക് പിറക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റിയിട്ടിരിക്കണം. ഇത് ഇസ്രായേലിൽ അവർ ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ദൈവം കൊടുത്ത പ്രമാണമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്തോത്ര ഹല്ലേലൂയ, കപ്പ മൂടോടെ പറിക്കുന്നത് പോലെ എല്ലാം എടുത്തോണ്ടങ്ങ് പോകരുത്. ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി കുറച്ച് വെച്ചിരിക്കണം. ആ ഗ്രൂപ്പിൽ പെട്ടത് രൂത്ത്. അങ്ങനെ അവള് പറക്കാൻ വന്നേ. സ്തോത്രം. ഞാൻ ആത്മാവിൽ ഒരു ദൂത് കേറി എന്ന് പറയാ, തുടക്കമൊക്കെ ഇങ്ങനാണെങ്കിൽ ആമേൻ പറഞ്ഞോണം. തുടക്കം ഇങ്ങനെയാണ്, ആമേൻ പറഞ്ഞോണം. ഒടുക്കം ഒരു മടുത്തും കൊടുക്കും. തുടക്കം പുറക്കിയാ തുടക്കത്തിൽ ആമേൻ പറഞ്ഞോണം. ശ്രദ്ധിച്ചേ, നമുക്ക് ആരാധിക്കാം. പിന്നെ ശ്രദ്ധിച്ചേ, വചനം കേട്ടെ. അപ്പൊ ഈ ഒരു കൽപ്പന നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരത് ചെയ്തു വന്നിരുന്നു. അവരതിന് ചേർത്തൊരിക്കലും കൊയ്ത്. എലീമേലെക്കിന്റെ ചാർച്ചക്കാരനാണ് ബോവസ്. സ്തോത്രം. ബോവസ് രൂത്തിനോട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ രൂത്തിനോട് ബോവസ് പറഞ്ഞത്? സൂമിലിരിക്കുന്നവരെല്ലാം ചൂണ്ടനക്കുന്നുണ്ട്. സ്തോത്രം. കേൾക്കത്തുമില്ല. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. നീ ഈ വയല് വിട്ട് എങ്ങോട്ടും പോകണ്ട. നിനക്ക് ആവശ്യത്തിനുള്ളത് എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറയാൻ കാര്യമില്ല. നീ ഈ വയല് വിട്ട് പോകണ്ട. നിനക്ക് ഇവിടുന്ന് ആവശ്യത്തിന് പറക്കാൻ കിട്ടും. ബോവസ് അങ്ങനെ പറയാൻ കാര്യം എന്താ? വയലിന്റെ ഉടമസ്ഥനാണ്. ഓക്കെ, അത് ഓൾറെഡി അറിയാലോ. നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് ദൈവം തരാത്ത ദൂരൊന്നും ഏറ്റെടുക്കുക കേട്ടോ. ഞാനങ്ങ് പറയാം. ഹല്ലേലൂയ. ഈ യവക്കൊയ്ത്തിന്റെ കാലം കഴിഞ്ഞാൽ ഉടനെ ഗോതമ്പിന്റെ കൊയ്ത്തിന്റെ കാലമാണ്. യവക്കൊയ്ത്തിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ വരുന്നത്? ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമാണ് വരുന്നത്. അതുകൊണ്ട് ബോവസിന് അറിയാം ഇത് കഴിയുമ്പോൾ അടുത്ത് കൊയ്ത്തുകൾ. അതുകൊണ്ട് തന്നെ നീ വേറെ എങ്ങോട്ടും പോകണ്ട, നീ ഇവിടെ തന്നെ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. കാരണം ബോവസിന് അറിയത്തില്ല അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്, അറിയത്തില്ല ബോവസ്. പക്ഷെ ഈ ബോവസ് പറഞ്ഞത് ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടാ പറഞ്ഞത്, യവക്കൊയ്ത്തിന്റെ കഴിഞ്ഞാലും ഹല്ലേലൂയ കൊയ്ത്ത് തീരത്തില്ല, അത് കഴിയുമ്പോൾ ഒരു ഗോതമ്പിന്റെ കൊയ്ത്തുണ്ട്. ആ കൊയ്ത്തിലും നിനക്ക് ആവശ്യമുള്ളത് കിട്ടും എന്ന അർത്ഥത്തിലാണ് ബോവസ് പറഞ്ഞത്, നീ ഈ വയലിൽ വിട്ട് പോകണ്ട, നിനക്ക് ആവശ്യത്തിനുള്ളത് ഇവിടുന്ന്. സത്യത്തിൽ ബോവസ് അത് പറഞ്ഞെങ്കിലും ഞാൻ പ്രാർത്ഥനാ മുറിയിൽ രൂത്തിനെ നോക്കിയപ്പോ രൂത്ത് പറയുന്ന ഒരു വാക്ക് എനിക്ക് കേൾക്കാനിടയായി. രൂത്ത് പറയുക, ഇത് വേറൊന്നുമല്ല, ദൈവത്തിന്റെ കരുതലേ. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും?
ദൈവത്തിന്റെ കരുതൽ. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ടാൽ മുടക്കം വരാത്തൊരനുഗ്രഹം നിന്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ഈ വചന വെളിപ്പാട് ഞാനൊരു ദൈവശബ്ദം കൈമാറിയാൽ എത്ര കൊയ്ത്തുകൊണ്ട് തീരുന്നതൊക്കെ അതിനപ്പുറത്തോട്ട് ഒരു ഗോതമ്പിന്റെ കൊയ്ത്തിന്റെ അനുഭവമുണ്ട്. കാരണം അത് ദൈവം കരുതില്ല. ആര് കരുതി? ദൈവം കരുതി. സ്തോത്രം. യൂത്തിനെ വളരെ സ്നേഹമായിരുന്നു. ആർക്ക്? ബോവസിന്. വളരെ ആദ്യം കണ്ടപ്പോ തന്നെ കൊച്ചിനെ ബോവസ് കണ്ടു, ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷമായിരുന്നു, വളരെ സ്നേഹമാണ് ദൈവത്തിന്. അതുകൊണ്ട് തന്നെ തിരുവെടുത്ത് പറയുന്നു, അവക്ക് കഴിക്കുവാൻ മലർ കൊടുത്തുണ്ട. മലർ എന്നുവെച്ചാൽ ഒരു ഇരുമ്പ് പാത്രത്തിൽ തീക്കകത്ത് ഇരുമ്പ് പാത്രം വെച്ചിട്ട് അതിന്റെ അകത്ത് യവമിട്ട് എന്ത് ചെയ്യും? എടുക്കും. അതിനെയാണ് മലർ എന്ന് പറയുന്നത്. അതാർക്ക് കൊടുത്തു? കണ്ടോ? പിറക്കാൻ വന്നവർക്ക് എന്ത് കൊടുത്തു? ആഹാരം കൊടുത്തു. ആര് കൊടുത്തു? ബോവസ് കൊടുത്തു. പക്ഷേ ബോവസ് ഈ ഉള്ളവര് കൊടുക്കണം. ഉള്ളവരെന്ത് ചെയ്യണം? കൊടുക്കണം. ഉള്ളവര് കൊടുക്കണം. കൊടുക്കുന്നത് നല്ലതാണ്. കൊടുത്താലേ നിനക്ക് കൊടുപ്പീൻ എന്നാ നിങ്ങൾക്ക് ഇത് കൊടുക്കാതെ കിട്ടാൻ വേണ്ടി ഇരിക്കുക നടക്കത്തില്ല. കൊടുക്കണം. കൊടുക്കുമ്പോ എന്ത് ചെയ്യും? കിട്ടും. കൊടുത്തില്ലെങ്കിലും കിട്ടും. ദൈവത്തിന്റെ കയ്യിൽ നന്ദി. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ പോയോ? എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ നിന്നിട്ടേലും സാരമില്ല. അറ്റ്ലീസ്റ്റ് ഈ വചനത്തിന്റെ കൂടെ നിൽക്കണം. ശ്രദ്ധിച്ചു കേട്ടെ. എന്നെ സന്തോഷിപ്പിച്ചത് രൂത്തിന് കൊടുത്തത് മൊത്തം അവള് കഴിച്ചില്ല. 4 അധ്യായമേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് വായിച്ചാൽ കേട്ടോ. ഇതൊന്നും കാണാത്ത പോലെ ആയിരിക്കും. സ്വോത്രം. നമ്മളാകെ വായിച്ചിട്ടുള്ള ഏതാ? വീണ്ടെടുപ്പിന്റെ ഭാഗം. സ്വോത്രം. ഹല്ലേലൂയ. എന്റെ ദൂത് വ്യത്യസ്തമാ. ഞാൻ അതിലേക്ക് വരുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേട്ടെ. ഈ രൂത്തുണ്ടല്ലോ, കൊടുത്തത് മൊത്തം കഴിച്ചില്ല. സ്വോത്രം. നമ്മൾ ഈ ചില വീടുകളിൽ ചെല്ലുമ്പോഴേ നമുക്ക് ആഹാരം വെക്കും. സത്യത്തിൽ ഇപ്പൊ ഞങ്ങള് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാറുമാര് ഞങ്ങൾ പറഞ്ഞു തന്നതാ, നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോ നിങ്ങളുടെ മുമ്പിൽ ആഹാര പദാർത്ഥം വെക്കും. ചിലപ്പോ നിങ്ങൾ വിശന്നായിരിക്കും ചെന്ന് അവിടെ നല്ല വിശപ്പ് കാണും. എനിക്കത് പാസ്റ്റർമാർക്ക് കിട്ടുന്ന പോലെ നല്ല ഫുഡ് വേറെ ആർക്കും എനിക്ക് കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും ആ ദൈവമക്കൾ എന്ത് ചെയ്യുന്നത്, അവരെ മാനിക്കുന്നവര് പറ, ചെയ്യുന്നവര് പറ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. സ്വോത്രം. ആ മോളിനകത്തുണ്ട്. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് സ്വോത്രം ഞാൻ നോക്കുന്ന ഫുള്ള് കറിയിരിക്കുകയാണ്. അത്രയ്ക്കും കറികള് ഉണ്ടാക്കി ദൈവദാസന്മാരെ മാനിച്ചു. ദൈവമക്കൾ അങ്ങനെ ചെയ്യുന്നേ. പക്ഷെ ഞങ്ങളോട് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾ അറിവിലേക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെങ്കിലും നല്ല വിശപ്പ് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? തരുന്നത് മൊത്തം എന്ത് ചെയ്യരുത്? തരുന്നത് മൊത്തം പറ. അവര് അടുക്കളയിൽ പോയി ചായ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേന് ഇത് കാലിയാക്കരുത്. അതാ പറഞ്ഞു വന്നതിന്റെ സാരം. ഒരു പ്ലേറ്റിനകത്ത് ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഉപ്പേരി, ഒരു ഈവനിങ് ടൈമിലാണ് ചെല്ലുന്നതെന്ന് വിചാരിക്കാം. ഒരു ഉപ്പേരി ഒരു പ്ലേറ്റിൽ അവർ കൊണ്ടുവെക്കുക. അവര് അടുക്കളയിൽ ചെന്ന് ചായ ഇട്ട് ഇവിടെ കൊണ്ടുവരുന്നതിന് ഉപ്പേരി കാണാനില്ല.
എന്തേ ഉള്ളൂ? പ്ലേറ്റ് അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും. സ്വോത്രം. അവനവന്റെ വില അവനവൻ എന്ത് ചെയ്യരുത്. അപ്പൊ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് എത്ര വിശപ്പുണ്ടെങ്കിലും നിങ്ങൾ അല്പം കഴിക്കണം, അല്പം കഴിക്കണം, അല്പം കഴിക്കണം. സ്വോത്രം. കഴിച്ചത് അവരെ പ്രാർത്ഥിച്ചെന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ എന്റെ സാറ് എന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, എവിടെ ചെന്നാലും ദൈവദാസന്മാരായ നമുക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ആ ദൈവദാസന്മാർക്ക് മാത്രമല്ല, ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണത്തില്ല, കല്യാണം എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ചിരിക്കുക. സ്തോത്രം. ഞാൻ ഇഷ്ടംപോലെ കല്യാണത്തിന് പോയി. ഒരു കല്യാണത്തിന് ചെന്നിങ്ങനെ ഇരിക്കുക, ഒരു ഡെസ്കിൽ 8 പേരല്ലേ ഇരിക്കുന്നത്, 8 പേരല്ലേ ഇരിക്കുന്നത്, 8 പേര്. സ്തോത്രം. 2 പേരെടുത്ത ബീഫ്. അപ്പൊ നോക്കി. സ്തോത്രം. അല്ലേ? അങ്ങനെ ചിലര്. പക്ഷെങ്കിൽ ഒരു ദൈവപൈതലാണ്, അതൊരു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കുന്ന നിലയിൽ എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങൾ അങ്ങനെ അല്ലേ? ഞാന് ഏതെങ്കിലും വിവാഹത്തിന് പോകുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഞാൻ ആദ്യം വിളമ്പും. എല്ലാവർക്കും വിളമ്പാൻ പറ്റത്തില്ല. ഞാനൊരു കറി എടുത്താൽ ഞാൻ എന്റെ അടുത്തിരുന്ന ആൾക്ക് ഞാൻ ആദ്യം വിളമ്പ് കൊടുക്കും. എന്നിട്ട് ഞാൻ വിളമ്പും. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ, കല്യാണത്തിന് ഞാൻ പുറത്തു പോകുമ്പോൾ എന്റെ അടുത്തിരുന്ന ആൾക്ക് ഞാൻ വിളമ്പി കൊടുക്കും. സ്വന്തം. ഇതങ്ങനല്ലല്ലോ. പൊളിക്കുക, എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് കമത്തുക, എന്നിട്ട് തിരിച്ച് പ്ലേറ്റ് വെക്കുക, എന്നിട്ട് ബീഫ് കൊണ്ട് പോകുന്നവനെ ഇവിടെ തീർത്തിട്ട് ഇവൻ തന്നെ വിളിക്കുന്നത്. ഇവിടെ ഇവനാ തീർത്തത്, ഉണ്ടാവും വിളിക്കുക ഇവിടെ. അല്ലേ? അല്ല, ഇതൊക്കെ സത്യമല്ലേ? ചിലതൊന്നും കൈ പോലും കഴുകത്തില്ല, നേരെ അങ്ങ് പോയി ഇടിച്ച് കയറി. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടാ ചോദിക്കുന്ന പൈപ്പ് ഇടാ. ആ ചോദ്യം കേൾക്കുമ്പോൾ അറിയത്തില്ലേ? ആ ചോദ്യം ഇല്ല സച്ചു. അല്ല, ഈ നമ്മൾ പോയി കൈ കഴുകിയിട്ടാ കയറുന്നെങ്കിൽ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എവിടാ വെള്ളം, എവിടാ പൈപ്പ്, അതെങ്ങനെ തുറക്കണം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം ആദ്യമേ പോയി കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാ വന്നത്. ചിലര് പറയുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴുകിയായിരുന്നു, ഇവിടുന്ന് സോപ്പിട്ട് തേച്ചൊടിച്ച് കഴുകി അവിടെ ചെന്നു. 1500 പേർക്ക് പ്രൈസലോട് കൊടുത്തിട്ട് വീണ്ടും ആ കൈ കൊണ്ട് പോയി കഴിയും. ഞാൻ എവിടെ പറഞ്ഞു തന്നെ? അപ്പോ ശ്രദ്ധിച്ചു കേട്ടെ, ഞാനിത് പറഞ്ഞതൊന്നും വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ലൈഫിൽ ഇതൊന്നും കാണരുത്. ഇതൊക്കെ ഉണ്ടാക്കി മാറ്റിയേക്കണം. സ്വന്തം രൂത്തിനെ നിങ്ങൾ കണ്ടോ? അവൾക്ക് കൊടുത്തത് മുഴുവനും അവൾ കഴിച്ചില്ല. അവൾ അല്പം കഴിച്ചിട്ട് ബാക്കി വെച്ചു. ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ അവളുടെ അമ്മയുടെ ഓർമ്മ അവളുടെ മനസ്സിൽ വന്നു. വീട്ടിൽ ഒരു മാതാവ് ഇരിപ്പുണ്ട്, ഒരമ്മ ഇരിപ്പുണ്ട്. ആ അമ്മയുടെ ഓർമ്മ അവിടെ മനസ്സിലോട്ട് കയറിയപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പറ്റിച്ച് തോന്നിയില്ല. ആ അമ്മയ്ക്ക് വേണ്ടിയും അവളൊന്ന് കരുതി. അതിനെയാ സ്നേഹം എന്ന് പറയുന്നത്. അതിനെയാ എന്ത് പറയുന്നത്? അതിനെയാ സ്നേഹം എന്ന് പറയുന്നത്. അല്ലേ? അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചില അപ്പന്മാരെ കാണത്തില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അവരെന്തെങ്കിലും കഴിച്ചാൽ അവര് ആ കഴിച്ചത് മക്കൾക്ക് വേണ്ടി മേടിച്ചോണ്ട് വരും. കാരണം അവര് കഴിച്ചു. ഇനി അല്ലേ? മാതാപിതാക്കന്മാർ ചെയ്യുന്ന മാതാപിതാക്കന്മാരുണ്ട്, ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. കൊച്ചുങ്ങളെ കൊണ്ട് എടുത്ത് കഴിക്കുന്നവരും ഉണ്ട്, അങ്ങനെയുണ്ട്. എന്നാൽ ചെയ്യുന്നവരും ഉണ്ട്. ആണെന്ന് നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞല്ല, അത് ഉള്ളതാ. സ്തോത്രം, സ്തോത്രം.
ഒരാൾ കഞ്ഞി ഉണ്ടാക്കി, ഒരമ്മ കഞ്ഞി ഉണ്ടാക്കി മക്കൾ നോക്കിയിരിക്കുക, കഞ്ഞി വേഗം നോക്കിയിരിക്കുക. അവസാനം വിശപ്പ് കൊണ്ട് ഇതുങ്ങൾ എന്ത് ചെയ്തു? അങ്ങ് ഉറങ്ങിപ്പോയി. ഇതുങ്ങൾ ഉറങ്ങിയെന്ന് കരുതി അമ്മ കഞ്ഞി എടുത്ത് കുടിച്ചു. രാത്രി ആയപ്പോ തന്നെ അമ്മ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? വിശന്ന് എഴുന്നേറ്റ് കഞ്ഞി ചോദിച്ചപ്പോ കഞ്ഞിയില്ല. അമ്മ പറഞ്ഞ കഞ്ഞി വെള്ളമേ. സ്വോത്രം. പക്ഷേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മയായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ എപ്പോൾ എഴുന്നേൽക്കുന്നോ അപ്പോൾ അവരോട് ചേർന്ന് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. കുഞ്ഞുങ്ങൾ ഉറങ്ങിയ സമയത്ത് അമ്മ ചേരി പിടിപിടി. അത് വിശന്ന് കൊച്ചുങ്ങൾ എഴുന്നേറ്റപ്പോ കഞ്ഞിയില്ല, കഞ്ഞി വെള്ളവും. കൊടുക്കുന്നവരും ഉണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, നീ കഴിക്കുമ്പോ മറ്റുള്ളവർക്കും വേണ്ടി കരുതാൻ നിന്റെ പക്കലുണ്ടെങ്കിൽ നീ അത് അവർക്ക് വേണ്ടി കരുതണം കേട്ടോ. ചെയ്യണം. നമ്മൾ സ്വാദുഭോജനമാകുന്ന ആഹാരം കഴിക്കുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളാ പട്ടിണി കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു നേരത്തെ അന്നം നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കാൻ ഒരു മടിയും കാണിക്കണ്ട. നിന്റെ കലത്തിലെ മാവ് അതുകൊണ്ട് പറയത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റി പോകത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇറങ്ങി വരുന്നു ബോവസ് തന്റെ ബാല്യക്കാരെയെല്ലാം വിളിച്ചു പറഞ്ഞു, ഒന്ന്, അവളെ ഉപദ്രവിക്കരുത്. രണ്ട്, അവൾക്ക് പിറക്കത്തക്കവണ്ണം നിങ്ങൾ അവൾക്ക് വലിച്ചിട്ട് കൊടുക്കണം. മൂന്ന്, അവളെ ആരും സഹായിക്കരുത്. 3 കാര്യമാണ്. ഒന്ന്, ഇതൊക്കെ വായിപ്പിക്കേണ്ടതാ, വായിപ്പിക്കരുത്. ഒന്ന്, ഉപദ്രവിക്കരുത്. 2, അവൾക്ക് വേണ്ടുന്ന നിങ്ങൾ എടുത്തിട്ട് കൊടുക്കണം. 3, അവളെ എന്ത് ചെയ്യരുത്? സഹായിക്കരുത്. നിങ്ങൾക്കറിയാമോ, രൂത്ത് ആ വയല് വിട്ടു പോകുമ്പോൾ ഏകദേശം 1 പറ യവം തന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വയല് വിട്ടു പോകും. 1 പറ യവം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയോളം കഴിക്കാനുള്ള നന്മ ദൈവം കൊടുത്തു. ഞാൻ പറഞ്ഞ എത്രയൊക്കെ മനസ്സിലായി? സത്യത്തിൽ വന്നത് പക്ഷെങ്കിൽ ഒരാഴ്ച ഹല്ലേലൂയ അവർക്കും നവോമിക്കും കുടുംബത്തിന് കഴിക്കാനുള്ളത് ബോവസിന്റെ വയലിൽ നിന്ന് അവർക്ക് ലഭിക്കപ്പെട്ടു. അതിനെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവത്തിന്റെ കരുതൽ. ഞാൻ പറഞ്ഞ എത്രയൊക്കെ മനസ്സിലായി? ദൈവത്തിന്റെ കരുതൽ. ഞാൻ ഈ വാക്കെന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട ഒരു വാക്കായത് ദൈവത്തിന്റെ കരുതൽ. വേറൊരു വാക്കുകളുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ദൈവത്തിന്റെ കരുതൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ 2025 ദൈവത്തിന്റെ കരുതൽ ചിലരുടെ ലൈഫിൽ വെളിപ്പെട്ടിരിക്കും. ഉറപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ശ്രമിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഹല്ലേലൂയ പിറക്കാൻ വന്ന രൂത്ത് ഇപ്പോൾ ബോവസിന്റെ വയലിൽ നിന്ന് മടങ്ങി പോകുന്നത് ഒരാഴ്ച അവർക്ക് ഭക്ഷിക്കത്തക്കവണ്ണമുള്ള നന്മ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം കരുതാൻ തുടങ്ങിയാൽ ഉള്ളതും കൂടെ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇല്ലാത്തതിൽ നിന്ന് വർധനവും വരുത്തും, ഇല്ലാത്തതിൽ നിന്ന് ഉയർച്ചയവൻ വരുത്തും, ഇല്ലാത്തതിൽ നിന്ന് ഹല്ലേലൂയ മാറ്റമവൻ വരുത്തും. എന്റെ ദൈവം ഹല്ലേലൂയ കരുതിയാൽ ആ കരുതൽ അത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞങ്ങ് വിടുക, എന്റെ ദൂതൊന്നും ഇതല്ല. ഹല്ലേലൂയ, സ്തോത്രം. നവോമി പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. എന്റെ ദുഃഖം അവസാനിച്ചു. ആമേൻ.
ആനന്ദത്തിന്റെ പ്രഭാതം എന്റെ ജീവിതത്തിൽ ഉദിച്ചു. ഒരാമേൽ എത്ര പേര് പറഞ്ഞു? ഒരാമേൽ എത്ര പേര് വരും? ആ രണ്ട് വാക്ക് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ആ രണ്ട് വാക്ക് എല്ലാരും പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കേണ്ട ചിലരിനകത്തിരിപ്പുണ്ട്. പ്രാർത്ഥിക്കേണ്ട ചിലരിനകത്തിരിപ്പുണ്ട്. നവോമി ഇത് പറയാൻ രണ്ട് കാരണം. ഒന്ന്, ഒരു പറ യവം കൊണ്ട് മുമ്പിൽ വെച്ചപ്പോൾ നവോമിക്ക് സന്തോഷമായി, ഞങ്ങളുടെ കഷ്ടകാലം തീർന്നു. പക്ഷെ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, എന്റെ ദുഃഖം അവസാനിച്ചു, എന്റെ ജീവിതത്തിൽ ആനന്ദത്തിന്റെ പ്രഭാതം ഉദിച്ചു. ഇത് പറയാൻ കാര്യം എന്നാന്നറിയാമോ? നവോമി ഒരു ചോദ്യം ചോദിച്ചു, മോളെ നീ ഏത് വയലിനാ പോയത്? ഉടനെ നവോമിയോട് രൂത്ത് പറഞ്ഞ മറുപടി, ഞാൻ ബോവസ് എന്ന് പറയുന്ന ഒരാളുടെ വയലിൽ ഞാൻ ചെന്നത്. നവോമിക്കറിയാം തന്റെ ഭർത്താവായ എലീമേലെക്കിന്റെ കുടുംബക്കാരനാണ് ബോവസ് എന്ന് പറഞ്ഞാൽ അവളുടെ വഴി തെറ്റിയില്ല. ദൈവം അവളെ എത്തിക്കണേത്ത് എന്നാണ് എത്തിച്ചത്. ദൈവം അവളെ എത്തിക്കണേത്ത് എന്നാണ് എത്തിച്ചത് എന്ന് നവോമിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ആനന്ദത്തിന്റെ പ്രഭാതം ഇന്നവകൾ ആത്മാവെന്നെ നടക്കുന്ന നിന്റെ കുറ്റകാലം അവസാനിക്കാറായി. വിശ്വസിക്കുന്നവരെ നിന്റെ കുറ്റകാലം അവസാനിക്കാറായി. ആനന്ദത്തിന്റെ നിന്റെ ജീവിതത്തിൽ വെളുപ്പിച്ചതെന്ന് നീ എത്തേണ്ട ഇടത്ത്, നീ എത്തേണ്ട ഇടത്ത് ദൈവത്തിനെ എത്തിക്കാമെന്ന് അത് വിശ്വസിക്കുന്നവർ ആത്മാവിനോട് ദൈവത്തെ സുഖിച്ചു ആ ഭൂമിയുടെ ഒരു പിടിതങ്ങളാക്കുന്നു. ആ ഭൂമിയുടെ ഒരു പിടിതങ്ങളുടെ ഒരുപോലെ പ്രാർത്ഥിക്കണം. ആ വാചകത്തിന്റെ ശക്തി നിങ്ങളെ എന്നോട് ആത്മാവ് ഇടപെടുക. നീ എത്തേണ്ടിടത്ത്, നീ ചെല്ലേണ്ടിടത്ത്, നീ കേറേണ്ടിടത്ത് പരിശുദ്ധ ദൈവം നിനക്ക് വേണ്ടി കരുതാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നെ കയറ്റാൻ പോകുമെന്ന് ദൈവാത്മാവിൽ പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. ബുദ്ധിനോട് ചോദിച്ച ചോദ്യം, നീ ആരുടെ വയലിലാണ് പോയിട്ട്? ബുദ്ധിന്റെ മറുപടി, ബോവസ് എന്ന് പറയുന്ന ഒരാളുടെ വയലിലേക്ക് പോയിരുന്നു. ബോവസ് എന്ന വയല് അത് വേറെ ആരുമല്ല, അത് വേറെ ആരുമല്ല, അത് വേറെ ആരുമല്ല, നിന്റെ അമ്മായപ്പന്റെ കുടുംബക്കാരനത്രേ, അല്ലെ എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരനത്രേ. നവോമിക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു, ഇത് യാദർച്ഛികമല്ല, ഇത് യാദർച്ഛികമല്ല, ഇത് ദൈവത്തിന്റെ കരുതലാണ്, ഇത് ദൈവത്തിന്റെ കരുതലാണ്, ഇത് ദൈവത്തിന്റെ കരുതലാണ്. എന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ വെളുക്കാൻ അത് വിശ്വസിക്കുന്നവർ മാത്രം നീ എത്തേണ്ടിടത്ത്, നീ ചെല്ലേണ്ടിടത്ത്, നീ കേൾക്കേണ്ടിടത്ത് ദൈവത്തിന്റെ കരുതലിനെ ഇല്ലാതാക്കാൻ ദൈവത്തിന്റെ കരുതലിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല, ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം ദൈവമാ പറഞ്ഞ ഞാൻ നിനക്ക് വേണ്ടി കരുതാം. നവോമി ഇത് പറയാനൊരു കാര്യമുണ്ട്. നവോമി പറഞ്ഞ എന്റെ ദുഃഖം മാറി, എനിക്ക് ആനന്ദത്തിന്റെ പ്രകാശം പ്രഭാതം എന്റെ മുമ്പിൽ ഉദിക്കും. ഇത് പറയാനൊരു കാര്യമുണ്ട്. നവോമി ഇത് കേട്ടപ്പോ നവോമിയുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. അത് ദൈവം കൊടുത്ത ചിന്തയാ, വേറൊന്നുമല്ല. എന്റെ ഭർത്താവായ
എലീമേലെക്കിന്റെ കുടുംബക്കാരനാണ് ആര്? ബോവസ്. അതുകൊണ്ട് നവോമിക്ക് ഒരു കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ ഈ ബോവസിന് സ്തോത്രം, ഇസ്രായേലിൽ നിൽക്കുന്ന ദേവര നിയമം അനുസരിച്ച് ഈ ബോവസിന് രൂത്തിനെ വീണ്ടെടുക്കാൻ പറ്റും. ഇതാരുടെ മനസ്സിൽ വന്നു? സ്വോത്രം. ദേവര നിയമം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഭാര്യ വിധവയായിട്ട് നിന്നാൽ അദ്ദേഹത്തിന്റെ അനുജൻ, ആ മരിച്ചുപോയ ജ്യേഷ്ഠന്റെ അനുജൻ അല്ലെങ്കിൽ തന്റെ ആ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് അവനിലൂടെ ഒരു തലമുറ ജനിക്കപ്പെടണം. സ്തോത്രം. ഇതാണ് ദേവര നിയമം എന്ന് പറയുന്നത്. ദേവര നിയമം, തലമുറ ജനിക്കപ്പെടണം. ആ ജനിക്കപ്പെടുന്ന തലമുറയ്ക്കായിരിക്കും ജ്യേഷ്ഠന്റെ അവകാശം എല്ലാം കൊടുക്കുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ജ്യേഷ്ഠന്റെ അവകാശമെല്ലാം കൊടുക്കുന്നത്. സ്തോത്രം. അപ്പോ ബോവസ് ഈ കുടുംബക്കാരനാണ്. പക്ഷേ രൂത്തിനെ വീണ്ടെടുക്കാൻ രൂത്തിന്റെ ഭർത്താവിന്റെ അനിയൻ ജീവിച്ചിരിക്കുന്നു. കാരണം രണ്ടുപേരും എന്ത് ചെയ്തു? മോവാബി ദേശത്ത് വെച്ച് മരിച്ചുപോയി. ഇനിയും രൂത്തിനെ വീണ്ടെടുക്കണമെങ്കിൽ ഹല്ലേലൂയ ഏറ്റവും അടുത്ത ചാർച്ചക്കാർക്ക് പറ്റും. ഏറ്റവും അടുത്ത ചാർച്ചക്കാർ. സ്തോത്രം. ഏറ്റവും അടുത്ത. അതുകൊണ്ടാണ് ബോവസിന്റെ അടുത്ത് വന്ന് രൂത്ത് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ, അവോട്ടി പറഞ്ഞത് വെച്ച് ബോവസിന്റെ അടുത്ത് വന്ന് രൂത്ത് ഈ കാര്യം അവതരിപ്പിച്ചപ്പോ ബോവസ് രൂത്തിനോട് പറഞ്ഞത്, നിന്റെ അടുത്ത ചാർച്ചക്കാരൻ നിന്നെ വീണ്ടെടുക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ വിവാഹം. എന്തിനാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്? എന്തിനാണ് ഇങ്ങനൊരു നിയമം വെച്ചത്? ദേവര നിയമം എന്ന് പറയുന്ന നിയമം എന്തിനാ വെച്ചത്? അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇസ്രായേൽ ജനത്തിന്റെ അവകാശമൊന്നും ഇസ്രായേലിൽ നിന്ന് പുറത്തു പോകരുത്. മനസ്സിലായോ? ഇസ്രായേലിൽ നിന്ന് പുറത്തെത്തിയരുത്. അവകാശമെല്ലാം എവിടെ കിടക്കണം? ഇതിന്റെ അകത്ത് കിടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദേവര നിയമം എന്ന് പറഞ്ഞ നിയമം സ്ഥാപിക്കപ്പെട്ടത്. ഈ അവകാശം മൊത്തം ഇതിനകത്ത് കിടക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, രൂത്തിന് ആ അവകാശത്തിൽ പങ്കാളിയായി സ്തോത്രം, അവൾ ആ അവകാശത്തിൽ പങ്കാളിയായി. അത് ഞാൻ വിശദീകരിക്കാം നിങ്ങളോട്. ഹല്ലേലൂയ. സ്തോത്രം. തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ധാരാളം ഹല്ലേലൂയ അവളെ ചാർച്ചക്കാരുണ്ടായിരുന്നു വീണ്ടെടുക്കാം. പക്ഷെ അവരാരും അത് വീണ്ടെടുത്തില്ല. കാരണം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അത് വീണ്ടെടുക്കാൻ കഴിവുള്ള ഒറ്റയൊരു ചാർച്ചക്കാരനും ഇല്ലായിരുന്നു. വീണ്ടെടുക്കുന്നതിന് വിലയുണ്ട്. വില അതെപ്പോഴേലും ഞാൻ പിന്നെ പ്രസംഗിക്കാം. കാരണം ഇപ്പൊ പ്രസംഗിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല. വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത എപ്പോഴേലും ഞാൻ പിന്നെ പ്രസംഗിക്കാം. അതിലൊരു കാര്യമാണ്, വീണ്ടെടുക്കുന്നവൻ വീണ്ടെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് വില കൊടുക്കണം. വില കൊടുത്തെങ്കിൽ മാത്രമേ വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കൊടുക്കാൻ കഴിവുള്ള ഒറ്റ ഒരെണ്ണം ഈ ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ. അവരെല്ലാവരും വീണ്ടെടുക്കാൻ കഴിവില്ലാതെ മാറി നിന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? അതിനെയാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ദൈവത്തിന്റെ കരുതൽ, രണ്ട് ദൈവത്തിന്റെ നീതി. സ്തോത്രം. ഹല്ലേലൂയ. നീതി വെളിപ്പെടണം. ദൈവത്തിന്റെ നീതി വെളിപ്പെടണം. രൂത്ത് ബോവസിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ബോവസ് രൂത്തിനെ വീണ്ടെടുത്തു, വിവാഹം കഴിച്ചു, ഒരു മകൻ ജനിച്ചു. മകന്റെ പേരാണ്, രൂത്തിന്റെ ബോവസിന്റെ മകന്റെ പേര്
എന്റെ കർത്താവ് പറഞ്ഞോ, തെറ്റിയാലും സാരമില്ല. ആ ഓബേദ്, പ്രൈസ് ദി ലോർഡ്. അവർക്കൊരു തലമുറ ജനിച്ചു, ഓബേദ്. ഈ ഓബേദ് ആരെന്നറിയോ? ഈ സത്യത്തിൽ ഞാൻ എന്റെ പൂവിലേക്ക് വരാം. ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ. ഇനി ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് ചരിത്രം മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞു തന്ന മനസ്സിലായല്ലോ. സ്തോത്രം. വീണ്ടെടുത്തു, പരിഗ്രഹിച്ചു, ഒരു തലമുറ ഉണ്ടായി. ആ തലമുറയുടെ പേരാണ് ഓബേദ്. ഓബേദ് എന്ന വാക്കിന്റെ അർത്ഥം ആരാധകൻ, അടിമ എന്നൊക്കെ അർത്ഥമുണ്ട്. പോട്ടെ, സ്തോത്രം. ഈ ഓബേദിന്റെ തലമുറയാണ് ഇശായി. ഇശായിയുടെ തലമുറയാണ് ദാവീദ്. ദാവീദിന്റെ വംശാവലിയാണ് കർത്താവായ ക്രിസ്തു. മനസ്സിലായോ? ഇനി ഞാൻ വരാം, ഭാഗ്യാവസ്ഥയിലേക്ക് ഞാൻ വരാം. ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ. ഹല്ലേലൂയ. മറന്നു പോകുമെങ്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. ദൈവത്തിന് നന്ദി പ്രാർത്ഥിച്ചു. വിജാതീയ സ്ത്രീ ദൈവത്തിന്റെ നീതിക്കകത്ത് വന്നു. ഒരാമേൻ പറയാമോ? വിജാതീയ സ്ത്രീ ദൈവത്തിന്റെ നീതിക്കകത്ത് വന്നു. സ്തോത്രം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ലോത്തിനോട് കുടുംബത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ ദേശം വിട്ടോടണം. അവര് ദേശം വിട്ടോടി. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. ഭാര്യ തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായി. അവിടെ കൊണ്ട് അതങ്ങ് തീർന്നു. ഓടി ചെന്നത് ഒരു ഗുഹയുടെ അകത്ത. എവിടെ വായിച്ചിട്ടുണ്ടോ? വായിപ്പിക്കുന്നില്ല, നേരമില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു. ഒരു ഗുഹയ്ക്കകത്ത് ചെന്ന, ഗുഹയ്ക്കകത്ത് ചെന്നപ്പോൾ ഇനിയും ഞങ്ങളുടെ ഭാവി മുൻപോട്ട് എന്താകും എന്ന് മക്കൾ ചിന്തിച്ചു. രണ്ട് പെമ്മക്കളാ ചിന്തിച്ചു. ഹല്ലേലൂയ. അപ്പനെ വശീകരിച്ചു. അപ്പനെ പെമ്മക്കൾ എന്ത് ചെയ്തു? വശീകരിച്ച് അപ്പനും മക്കളും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. അതിൽ നിന്ന് രണ്ട് തലമുറ ജനിച്ചു. മോവാബും അമീമയും. അമീൻ രണ്ട് തലമുറ ജനിച്ചു. നോക്കിയേ, നേരാവണ്ണം ഉണ്ടായതൊന്നുമല്ല. സ്തോത്രം. അപ്പനിലൂടെ സ്വന്തം മക്കളിൽ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്ത സംഭവം എന്ത് ചെയ്തത് നടന്നത്. ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്ത സംഭവം നടന്നത്. ഹല്ലേലൂയ. ആ മോവാബും ആ ബെൻ അമിയും ഈ രണ്ട് തലമുറകളിൽ നിന്നുണ്ടായ പുത്രന്മാരാണ് മോവാബ്യരും അമോന്യരും. പറഞ്ഞു മനസ്സിലായി? മോവാബ്യരും അമോന്യരും. സ്തോത്രം. ഈ മോവാബ്യരും അമോന്യരും ജനിക്കപ്പെട്ടതിന്റെ ചരിത്രം ഇതായത് കൊണ്ട് തന്നെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടാകും. സ്വന്തം ആവർത്തനം 23:3 വായിക്കുന്നു വേണം. അവിടെ എഴുതിയിട്ടുണ്ട് 10ാം തലമുറ വരെ. 1-2 തലമുറയല്ല, 10ാം തലമുറ വരെ അവരുമായിട്ട് ഒരു വിധത്തിലുമുള്ള ബന്ധം എന്ന് വെച്ചാൽ ദൈവസഭയുടെ അകത്ത് അവര് പ്രവേശിക്കരുത്. ദൈവനീതിക്കകത്ത് അവര് കയറരുത്. ദൈവനീതിക്കകത്ത് കയറാൻ അവർക്ക് അനുവാദമില്ല. കാരണം അവർ അനീതി ചെയ്തവരാണ്, അവർ പാപം ചെയ്തവരാണ്. അനീതിയുടെ അനുഭവം അപ്പനിലൂടെ പെമ്മക്കൾക്കുണ്ടായ സന്താനങ്ങൾ
മോവാബ്യരും അമോന്യരും എന്ത് ചെയ്യരുത്? ദൈവനീതിക്കകത്ത് വരരുത്. Praise the Lord. നിങ്ങൾ കേട്ടെ, ഈ ലോത്തിന്റെ മൂത്ത മകൾ, ലോത്തിലൂടെ മൂത്ത മകളിൽ ഉണ്ടായ കല്ലേറിയ പുത്രിയാണ് രൂത്ത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അല്ല, ലോത്തിലൂടെ കല്ലില് തന്റെ മൂത്ത മകളിൽ ജനിക്കപ്പെട്ട സന്താനം ഒന്നാണ് ആര്? ആ സന്താനങ്ങളിൽപ്പെട്ട ഒന്നാണ് ആര്? രൂത്ത്. കല്ലിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഒരു കാരണവശാലും രൂത്ത് ദൈവനീതിക്കകത്ത് വരാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഹിതത്തിനകത്ത് വരാൻ പറ്റത്തില്ല. ജനതകേറി കാലുകുത്താൻ പറ്റത്തില്ല. കല്ലേറി എബ്രായന്റെ കല്ലിന് സഹധർമ്മിണിയാകാൻ പറ്റത്തില്ല. വീണ്ടെടുപ്പിന് ഒരർഹതയും അവർക്ക് ഇല്ലാത്ത കുടുംബ പാരമ്പര്യമുള്ള രൂത്തിനെ എന്റെ സ്വർഗത്തിലെ ദൈവ പ്രമാണത്തെയൊക്കെ ഒരു നിമിഷം മറന്നിട്ട്, കൽപ്പനകളെയൊക്കെ ഒരു നിമിഷം മറന്നിട്ട്, അവളെ ദൈവത്തിന്റെ നീതി കടത്താക്കിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുന്നത് മനസ്സിലായി? ഓർമ്മയുടെ ചരിത്രം, ഓർമ്മയുടെ ചരിത്രം അവിടെ കൊണ്ട് അവസാനിച്ചപ്പോൾ യൂത്തിന്റെ ചരിത്രം യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ എഴുതപ്പെട്ടെങ്കിൽ അതിനപ്പുറം ഒരു ഭാഗ്യം വേറെ കണ്ടോ? ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ കണ്ടോ? എന്താ ഇതിന്റെ പൊരുൾ? ഇതിന്റെ പൊരുൾ ഞാൻ പറയാം. നിന്നോട് വില ചൂണ്ടിയ ഞാൻ പറയുന്നത്, പുറംജാതിയായ രൂത്തിനെ ദൈവത്തിന്റെ ജാതികളെ അകത്തുകൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയെങ്കിൽ കിട്ടിയ ഭാഗ്യാവസ്ഥയുണ്ട്. പുറംജാതിയായ എന്നെയും നിന്നെയും ദൈവത്തിന്റെ നീതിക്കകത്ത് ദൈവത്തിന്റെ കൃപയ്ക്ക് സ്വീകരിക്കും. അല്പസമയം ആ ഭാഗ്യാവസ്ഥയോട്ട് ചേർത്തിൽ കിടന്ന് നിന്നെയും നിന്റെ മനസ്സിന് യോഗ്യനായ എന്നെയും നിന്നെയും സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. കുഞ്ഞുങ്ങളെ കൂടെ പോകുന്നതല്ല, പെണ്ണുങ്ങളെ വഴിയുന്നതല്ല, അടിയുന്നതല്ല, അതിന് വലുതനായി പറയുന്നത്, അതിന് വലുതനായി പ്രസംഗിക്കുന്നത്, ചേർത്തിക്കണമെന്ന് നിത്യ നരകത്തിന് യോഗ്യനായ ഭാഗ്യം നമ്മൾ പുറംജാതികളായ നീതിക്കകത്ത് കൊണ്ടുവന്നു ദൈവത്തിന്റെ സ്നേഹം. എത്ര ആരാധിച്ചാലും മറുപടിക്കുന്നു, എത്ര ആരാധിച്ചാലും മറുപടിക്കുന്നു, എത്ര ചിന്തിച്ചാലും മറുപടിക്കുന്നു. കണ്ടോ? എവിടൊക്കെ കിടന്നവരാ നമ്മള്? ഏതൊക്കെ സമുദായത്തിൽ കിടന്നവരാ? ഏതൊക്കെ മേഖലകളിൽ കിടന്നവരാ? അനീതിയുള്ള കുടുംബത്തിന്റെ അകത്തുനിന്ന്, അനീതിയോടെ ജനിച്ച തലമുറയിൽ എണ്ണപ്പെട്ട വീട്ടിലെ ദൈവത്തിന്റെ നീതിക്കകത്ത് പുറംജാതി കിടന്നവളെ കൊണ്ടുവന്നതുപോലെ ദൈവം തന്ന ഭാഗ്യാവസ്ഥയാണ് ഒന്ന്. പുറംജാതിയിൽപ്പെട്ട എന്നെയും നിന്നെയും നീതിക്കകത്ത് കൊണ്ടുവന്നത്. ഇത് നിന്റെ കഴിവ് കൊണ്ടുവന്നതല്ല, ഇത് നിന്റെ പുണ്യം കൊണ്ടുവന്നതല്ല, ഇത് നിന്റെ മിടുക്ക് കൊണ്ടുവന്നതല്ലേ. ദൈവം നമ്മളോട് ക്ഷണിച്ചപ്പോ എനിക്ക് ഇതൊക്കെ പ്രസംഗിക്കുമ്പോ ഇച്ചിരി ആർജവം കൂടുതലാണ്.
കരുത്ത് കൂടുതലാണ്. കാരണം ഒന്ന് പുറകോട്ട് നോക്കിയാൽ മതി, ജസ്റ്റ് പുറകോട്ട് നോക്കിയാൽ ഈ പറഞ്ഞതിന്റെ വില എന്നാന്ന് മനസ്സിലാവും. സ്വോത്രം. പുറംജാതിപ്പെട്ടവരെ ദൈവനീതിക്കകത്ത് കൊണ്ടുവന്ന പോലെ പുറംജാതിയിൽപ്പെട്ട് എന്നെയും നിന്നെയും ദൈവനീതിക്കകത്ത് കൊണ്ടുവന്നതാണ് ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഉള്ള കത്തുന്നുണ്ട്. എന്താ ശത്രു നമ്മളോട് ഫൈറ്റുന്നേ? എന്താ ശത്രു നമ്മളോട് പോരാടുന്നേ? ശത്രുവിന് ഒരു കാലത്ത് നമ്മളെ ഇഷ്ടമായിരുന്നു, പിശാചിന് ഒരു കാലത്ത് നമ്മളോട് സ്നേഹമായിരുന്നു. എപ്പോഴാണെന്നറിയാമോ? നിത്യ നരകത്തിന്റെ പുസ്തകത്തിൽ നമ്മളെ പേരെഴുതി വെച്ച സമയത്ത് പിശാചിന് നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നു, പിശാചിന് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ നിത്യ നരകത്തിൽ ആ പേര് വെട്ടിയിട്ട് ജീവന്റെ പുസ്തകത്തിൽ ആ പേര് എഴുതിയെടുത്തു. ജീവന്റെ പുസ്തകത്തിൽ ആ പേര് എഴുതിയോ? സ്വർഗ്ഗത്തിലെ പുസ്തകത്തിൽ ആ പേര് എഴുതിയോ? ഇന്ന് പകൽ തിരിച്ചറിയണം. സ്വോത്രം. രജിസ്ട്രേഡ് ചെയ്ത സീറ്റുകൾ ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോ വഴിത്തലയ്ക്കലും കവലയ്ക്കും ദാരിദ്ര്യമായിട്ടിരുന്നവരെ കൊണ്ടുവന്നു. അങ്ങനെ കയറിയതാ ഞാനും നീ. മറകെ ഒരഹങ്കാരവും വേണ്ട, ഞാനെന്ന ഭാവം ഒന്നും വേണ്ട. നീ ഓരോരുത്തരും പൈസ കൊടുത്ത് കയറിയതല്ല, ഓരോരുത്തരും ആള് കളിച്ച് കയറിയതല്ല, ഓരോരുത്തരും പാരമ്പര്യം കാണിച്ച് കയറിയതല്ല. അങ്ങനെയൊക്കെ കയറിയിരുന്നെങ്കിൽ ഇതിനകത്ത് കയറത്തില്ലായിരുന്നു. ഇത് ഭാഗ്യാവസ്ഥയാണ്. ദൈവം നമ്മളോട് കാണിച്ച നീതിയാ. എന്തായ ദൈവം നമ്മളോട് കാണിച്ച നീതിയായത്. മറക്കരുത്. അത് മറന്നു കിടന്ന് അഹങ്കരിക്കരുത്. ദൈവം കാണിച്ച നീതിയാ. ദൈവത്തെ ആരാധിക്കാൻ ഇതിനപ്പുറം വേറെ വല്ല ദൂത് വേണം? പുറംജാതിയിൽപ്പെട്ട നമ്മളെ ദൈവത്തിന്റെ നീതിക്കകത്ത് കൊണ്ടുവന്ന് നിർത്തി ഇത്രയും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് സമയത്തും കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലാനുള്ള സൗഭാഗ്യം നൽകി തന്ന ദൈവത്തെ ആരാധിക്കാൻ വേറെ നൂറ് ആവശ്യമുണ്ടോ? അവിടെ നിന്ന തീരത്തിൽ എന്താ രണ്ടാമത്തെ കാര്യം? ബോവസിനല്ലാതെ അവളെ ആർക്കും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അതാ രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ, ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ. രണ്ട്, ബോവസിനല്ലാതെ അവളെ വീണ്ടെടുക്കാൻ പലരും ശ്രമിച്ചു, പക്ഷെ ബോവസിനല്ലാതെ അവളെ വീണ്ടെടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അർത്ഥം, യേശു ക്രിസ്തുവിനല്ലാതെ നമ്മളെ വീണ്ടെടുക്കാൻ ആർക്കും കഴിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? യേശുവിലൂടെ മാത്രമേ നമുക്കൊരു പൂർണ്ണ വീണ്ടെടുപ്പുണ്ടായിരുന്നു. അത് പിതാവായ ദൈവം മനസ്സിലായപ്പോൾ സ്വന്തം പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ചു. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ യേശു ആരാന്ന്? പ്രസംഗിക്കുമ്പോ പറയും സ്വർഗീയ മഹിമ വെടിഞ്ഞു ഈ താണലോകത്തേക്ക് കഥാവായ ക്രിസ്തു എന്ത് ചെയ്തു? തന്നെ താൻ താഴ്ത്തിദാസനെന്ന പോലെ ഇറങ്ങി വന്നു. സ്തോത്രം അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ എന്നതാ വെടിഞ്ഞതിന്റെ മഹത്വം എന്താ? ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോ പറയാറുള്ള വാക്കാണ്, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുള്ള എന്നവരുണ്ട്? സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുള്ള കൈവഴിക്കും. സ്തോത്രം. ഇഷ്ടം നല്ലതാ, പിന്നെ നാളെ തീരുമാനിക്കും ആരൊക്കെ പോകും. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ നമുക്ക് എല്ലാവർക്കും. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, സ്വർഗമാകണമെങ്കിൽ അവിടെ യേശു വേണം. സ്വർഗമാകണമെങ്കിൽ, മനസ്സിലായോ? എന്ന് വെച്ചാൽ യേശു ഉള്ളത് കൊണ്ട് സ്വർഗമായ. അതെ, സ്തോത്രം. യേശുവിനെ അങ്ങോട്ട് മാറ്റുന്നു. യേശുവിന്റെ സ്വർഗത്തിൽ നിന്ന് കർത്താവെ കുറച്ചു നാളത്തേക്ക് സ്വർഗത്തിൽ നിന്ന് മാറിയില്ല. സ്തോത്രം. സ്വർഗത്തിന്റെ മഹത്വത്തിന്റെ
പൂർണ്ണത വെളിപ്പെടത്തില്ല. സ്വർഗത്തിന്റെ മഹത്വത്തിന്റെ പൂർണ്ണത വെളിപ്പെടണമെങ്കിൽ എന്റെ യേശുവാണ്. യേശു കൊണ്ടേനെ സ്വർഗം. അതാ എന്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ആ സ്വർഗത്തെ പോലും സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ കഴിവുള്ള ആ ക്രിസ്തു നമുക്ക് വേണ്ടി താണലോകത്തിൽ ഇറങ്ങി വന്നു. എന്തിനാണെന്നറിയാമോ? നമ്മളെ വീണ്ടെടുക്കാൻ തന്നിലൂടെ അല്ലാതെ വേറെ ആർക്കൂടെ സാധിക്കത്തില്ല എന്നുള്ള ബോധ്യം. അതാണ് ഇതിന്റെ നിഴല്. യൂത്തിനെ വീണ്ടെടുക്കാൻ ബോവസിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ലായിരുന്നു, വേറെ ആർക്കും കഴിഞ്ഞുമില്ല. അതിന്റെ പൊരുളാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിനല്ലാതെ നമ്മളെ വീണ്ടെടുക്കാൻ വേറെ ആർക്കും കഴിയത്തില്ല. അതാണ് ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ വേഗത്തിൽ ഇസ്രായേലിന്റെ അവകാശം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ദേവരതയും കൊണ്ടുവന്നത്. അതെന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുള്ളവർ തന്നെ പ്രാപിക്കണം, പുറത്തുള്ള ആരും പ്രാപിക്കാൻ പാടില്ല. പക്ഷേ പുറത്തുനിന്ന് വന്നവളാ ഇത് പ്രാപിച്ചത്. രാമൻ പറയാവോ? പുറത്തുനിന്ന് വന്നവളാ ഇത് പ്രാപിച്ചത്. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവം നമ്മളെ വീണ്ടെടുത്തപ്പോ നമ്മുടേതല്ലാത്ത അവകാശങ്ങൾ, ദൈവത്തിന്റെ അവകാശങ്ങൾ ദൈവം നമുക്ക് തന്നു. ഒരാമയും പറയാമോ? എന്ന് വെച്ചാൽ നമുക്ക് അർഹതയില്ല. ഉണ്ടോ? ഇല്ല, നമുക്ക് അർഹതയില്ല. പക്ഷേ നമുക്ക് ആ അവകാശങ്ങൾ ദൈവം തന്നു. യേശുക്രിസ്തു നടന്നു പോയപ്പോ ഒരു സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. പറഞ്ഞ ക്രിസ്തു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ വന്നതേ എന്റെ സ്വന്തം ജനത്തിനാണ്. സ്വന്തം ജനത്തിന് കൊടുക്കുന്ന ആഹാരം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നായ്ക്ക് ഇട്ട് കൊടുക്കത്തില്ല. പക്ഷെ ആ സഹോദരി പറഞ്ഞു, കൊടുക്കുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വീഴുവാണെങ്കിൽ അത് നായ്ക്കൾ എടുത്ത് തിന്നുവല്ലോ. മനസ്സിലായോ വല്ലോ? സ്തോത്രം. അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞതാ, അയ്യോ കുറെ എണ്ണം നടക്കുന്നു, ഇതിന്റെ അകത്ത് പോലും ഞാൻ ഇങ്ങനെ ഉള്ള ഇസ്രായേലിൽ പോലും ഞാൻ ഇത്രയും വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല. കണ്ടോ? യോഗ്യതയില്ലായിരുന്നു, അർഹതയില്ലായിരുന്നു. ഭാഗ്യവശാൽ ദൈവം നമ്മളെ അവകാശം. ഈ മൂന്ന് ഭാഗ്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ മൂന്ന് ഭാഗ്യാവസ്ഥ മനസ്സിലായോ? ഇനി ഈ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ച രൂത്ത് 3 കാര്യം ചെയ്തു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു 3 കാര്യം. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ പ്രസംഗിച്ചതിന് അർത്ഥമില്ലാതെ. സാധാരണ പറയത്തില്ല, എന്തുവാ? വെള്ളം കോരി അവസാനം അല്ലേ? അങ്ങനെ പറയാറില്ലേ? വെള്ളം കോരി അവസാനം എന്താ? കല ഉടച്ചെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇതുകൂടെ പറഞ്ഞാൽ അത് പൂർത്തിയാകും. നിങ്ങൾ ആരാധിക്കൊന്നും വേണ്ട, നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ കേട്ടോ. ആരാധിച്ച് നിങ്ങൾ എന്നെ അസ്വസ്ഥപ്പെടുത്തരുത്, കേട്ടോണ്ടിരുന്നാൽ. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് കയറുന്നതിന് മുമ്പ് രൂത്ത് 3 കാര്യം ചെയ്തു. നമ്പർ 1, അവൾ കുളിച്ചു. വായിച്ചേ? അയ്യോ, അവൾ കുളിച്ചു. കുളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കഴുകൽ പ്രാപിച്ചു, ശുദ്ധീകരണം, കഴുകൽ പ്രാപിച്ചു. ചില വാക്യങ്ങളൊന്ന് വായിക്കണം. ബൈബിൾ തുറന്നോ? 2 കോരിന്ത്യർ 7:1 പെട്ടെന്ന് വായിച്ചു. 2 കോരിന്ത്യർ 7:1 പെട്ടെന്ന്. 2 കോരിന്ത്യർ 7:1. ഒരാൾ എബ്രായർ 12:14 ഇട്ടു. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണേ, ഏത് വാഗ്ദത്തമാണ്? ഈ ഭാഗ്യാവസ്ഥ. കേട്ടോ, ഈ ഭാഗ്യാവസ്ഥ, ഈ അവകാശം, ഈ അനുഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെ സകല കൺമഷവും
നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശ്വസിയെ തികച്ചുകൊള്ളുക. ഒന്ന്, ഈ ഭാഗ്യാവസ്ഥ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, നിനക്കവിടെ എത്തിച്ചേരണമെങ്കിൽ നീ നിന്നെ തന്നെ വെടിപ്പാക്കി വിശ്വസിയോടെ ജീവിക്കണം. രൂത്ത് ഈ ഒരു അനുഭവത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവൾ ആദ്യം ചെയ്ത് അവൾ കുളിച്ചു. അതിന്റെ ആത്മീയ പൊരുള ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. സകല കന്മഷവും പോക്കി നീ ശുദ്ധീകരണം പ്രാപിച്ച് വെടിപ്പോടെ ജീവിക്കണം. അല്ലാതെ വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസം. അറിയത്തില്ലേ? പാടാൻ പേടിയല്ലേ? കാരണം ഈ ദൂത് പറഞ്ഞോണ്ട്. പാടിയാ പോരാ, പിന്നെ എന്ത് വേണം? ജീവിതത്തിൽ എന്ത് വേണം? വിശുദ്ധി വേണം. വെള്ള ഡ്രസ് ധരിച്ചാൽ പോരാ, ജീവിതത്തിൽ എന്ത് വേണം? വിശുദ്ധി വേണം. ബൈബിൾ എടുത്തു തേരാ പോരാ, നടന്നാ പോരാ, എന്ത് വേണം? വിശുദ്ധി വേണം. ഞാൻ ഇത് മറച്ചു വെക്കാതെ പ്രസംഗിക്കുന്നത്, കാഹളം തൊലിക്കുമ്പോൾ ഇവിടെ കൈവിട്ടു പോകരുത്. കാഹളം തൊലിക്കുമ്പോൾ ആ ഭാഗ്യാവസ്ഥയിൽ എത്തിച്ചേരും. സ്തോത്രം. രണ്ടാമത് അവൾ എന്താ ചെയ്തേ? തൈലം പൂശി. ഒന്ന് കുളിച്ചു, രണ്ട് തൈലം പൂശി. എന്താ കാണിക്കുന്നത്? ശരീര സംരക്ഷണം, ശരീരത്തിലെ വാസന, രോഗസൗഖ്യം. ഇത് മൂന്നും തൈലത്തെ കാണിക്കുന്നുണ്ട്. ശരീര സംരക്ഷണം, ശരീരവാസന, രോഗസൗഖ്യം കാണിക്കുന്നുണ്ട് തൈലം. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് എത്ര പേർക്ക് ആ വാക്ക് അകത്ത് കത്തുന്നുണ്ട്? ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നേ. നമ്മുടെ ഭാഗ്യാവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ കാത്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് കാഹളം വിളിച്ചാൽ ഈ ദൂതിനനുസരിച്ച് നീ ക്രമപ്പെട്ടോണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ട ദൈവമക്കളെ, അവൻ തൈലം പൂശി. ഉത്തമഗീതം 1:3 വായിച്ചു. ഉത്തമഗീതം 1:3. ഒരാൾ 1 യോഹന്നാൻ 2:20-27. തൈലം പൂശി. ഉത്തമഗീതം 1:3 വായിച്ചു. നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അപ്പൊ നിന്റെ തൈലം എന്താണ്? സൗരഭ്യം ആയതാണ്. അടുത്തത് 1 യോഹന്നാൻ 2:20 വായിച്ചേ. 20-27. പരിശുദ്ധനാ, അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ എങ്ങനെ അറിയുന്നേ? പറ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. പോലെ 27 വായിച്ചേ. അവനാൽ പ്രാപിച്ച അഭിഷേകം, അവനാൽ ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ആവശ്യമില്ല. ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുക അല്ലേ? സ്തോത്രം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത്? ഉപദേശം. ഈ പലരും ഉപദേശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനിപ്പോ സനൂപിനെ ഉപദേശിക്കാം. ഞാൻ സനൂപിനെ ഉപദേശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സനൂപിനെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നത് സനൂപ് കേൾക്കാറില്ല. അതാ കാര്യം. പരിശുദ്ധാത്മാവ് സനൂപിനെ ഉപദേശിക്കുന്നത് സനൂപ് എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അതനുസരിച്ച് നിൽക്കുന്നില്ല. അങ്ങനെ വരുമ്പോ ദൈവം മറ്റൊരാളോട് എന്ത് ചെയ്യും? ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരെ കുറിച്ച് യോഹന്നാൻ എഴുതി, നിങ്ങളെ ആരും ഉപദേശിക്കണ്ട, നിങ്ങളെ ഉപദേശിക്കാൻ കഴിവുള്ള ഒരുവന്റെ ആളത്തോട്ട്. പക്ഷെ പലരും ഉപദേശിക്കേണ്ടി വരുന്നത് പ്രശ്നമില്ല. മനസ്സിലായിക്കോണം കേട്ടോ. വായിച്ച പോലെ കണ്ടുപിടിക്കുന്നത്. പ്രാപിച്ച അഭിഷേകം വസിക്കുന്നു. ആരും ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ
സകല ഉപദേഷ്ടായാലും ആ അത് മോഷ്കല്ല അഘോഷക്കല്ല തന്നെ ആയിരിക്കുകയാലും ആ അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ ആ നിങ്ങൾ അതിൽ വസിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിനനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകണമെന്നാണ് ആ വചനത്തിന്റെ ക്രോഡീകരണം. അവനിൽ വസിച്ച് അവന്റെ ഉപദേശം പ്രാപിച്ച് ആ ഉപദേശത്തിൽ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേരുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പേരിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? സത്യത്തിന്റെ ആത്മാവെന്ന് പറയുന്നൊരു പേരുണ്ട്. സത്യത്തിന് വഴി നടത്തും. ആ ആത്മാവിനെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യരുത്? അസത്യത്തിൽ നടക്കരുത്. അപ്പൊ തൈലം പൂശി എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ എന്താ? പഴയ നിയമത്തിൽ രൂത്ത് ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൈലം പൂശി എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നിരിക്കുക. അതാ അതിന്റെ പൊരുള്. അവിടെ തൈലമാണെങ്കിൽ ഇന്നേതാ പരിശുദ്ധാത്മാവ്. തിരുവെടുത്ത് പറഞ്ഞ ആ പരിശുദ്ധാത്മാവിൽ നീ നിന്നെ തന്നെ മുൻപോട്ട് നടത്തണം. എന്തിനാ? ഭാഗ്യാവസ്ഥയിലേക്ക് കയറാൻ. പരിശുദ്ധാത്മാവ് തരുന്ന വഴികളിലൂടെ, പരിശുദ്ധാത്മാവ് കാണിക്കുന്ന മാർഗത്തിലൂടെ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളിലൂടെ നീ എന്ത് ചെയ്യണം? പോണം. ഇനി മൂന്നാമത്തെ കാര്യം, വസ്ത്രം ധരിച്ചു. രൂത്ത് മൂന്നാമത് ചെയ്തു, വസ്ത്രം ധരിച്ചു. എന്ത് വസ്ത്രം ധരിച്ചു? വിലാപത്തിന്റെ വസ്ത്രം അവൾ മാറ്റിയിട്ട് വിവാഹത്തിന്റെ വസ്ത്രം അവൾ ധരിച്ചു. രാമൻ പറയാം, വിലാപത്തിന്റെ വസ്ത്രം അവൾ മാറ്റിയിട്ട് വിവാഹത്തിന്റെ വസ്ത്രം അവൾ ധരിച്ചു. പൊരുളെന്താ? മോനെ, ലൂക്കോസിന്റെ സുവിശേഷം 15:22 ഒന്ന് വായിച്ചേ. ഒരാൾ യെശയ്യാവ് 61:10 എടുത്തു വെച്ചു. ലൂക്കോസ് 15:22. ഒരാൾ യെശയ്യാവ് 61:10. ലൂക്കോസ് വായിക്കാതെ 15:22. അപ്പം തന്നെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നു. പതിമോളെ, ഇനി ആ അങ്കി ഏതാണെന്ന് അറിയണമെങ്കിൽ യെശയ്യാവ് 61:10 വായിക്കണം. വായിച്ചോ. ആ അങ്കി ഏതാണെന്ന് അറിയണം. ആ മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി അടുത്ത വാക്കം, അവൻ എന്നെ മതി, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു എന്ന് വെച്ചാൽ രൂത്ത് വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് രക്ഷയുടെ വസ്ത്രം ദൈവം തന്നു. രക്ഷയുടെ വസ്ത്രം. ഇനി ഒരു വസ്ത്രമുണ്ട് കേട്ടോ, അതിനെ നമ്മൾ കാത്തിരിക്കുന്നത്. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഒരു വിവാഹ വസ്ത്രം. നിങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ മറച്ച് ഒരു നിമിഷം, ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥ. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ, ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. കണ്ണുകളടെ ചുവപ്പ് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു പാട്ടൊന്നും പാടും.